हाथ उठाकर हम परमेश्वर का धन्यवाद करेंगे। ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. इस सुंदर समय के लिए मैं परमेश्वर को धन्यवाद देता हूँ। ഗുജറാത്ത് സെന്ററിന്റെ കമ്പൈൻഡ് വർഷിപ്പിൽ गुजरात सेंटर की कंबाइंड वर्शिप में ദൈവവചനം സംസാരിക്കാനായിട്ട് എന്നെ ക്ഷണിച്ച ഇതിന്റെ നേതൃത്വത്തിനോട് ഒന്നാമതായിട്ട് നന്ദി പറയുന്നു. और प्रचार करने के लिए, परमेश्वर के वचन से बताने के लिए निमंत्रण दिए हुए इधर के अगुवे लोगों को मैं धन्यवाद देता हूँ। ജനറൽ കൺവെൻഷനോടനുബന്ധിച്ച് കടന്നു വന്നപ്പോൾ പ്രിയ ദേവദാസന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനിടയായി. और जनरल कन्वेंशन में जब हम आए थे तो उस वक्त इस सभा के बारे में भी हमको बताया गया। യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടെ എന്നെ വെൽക്കം ചെയ്തപ്പോൾ ഇതിലേക്ക് കടന്നു വരുവാൻ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. और जब प्रेम पूर्वक मेरे को यह निमंत्रण दिया गया तो यात्रा में कुछ दिक्कतें थी, लेकिन फिर भी मैं खुशी के साथ इधर आ पहुंचा हूँ। അവിടെ ചെന്ന് കടന്നു കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം വീണ്ടും ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. और वहां जाकर 2 दिन के बाद मैं वापस इस देश में आने के लिए परमेश्वर मुझे मदद किया। ഇന്നലെ പ്രഭാതത്തിൽ ഇവിടെ കടന്നു വന്നു. വൈകിട്ട് പ്രിയ ദേവദാസൻ ഡേവിഡ് പാസ്റ്ററുടെ ചർച്ചിൽ ദൈവവചനം സംസാരിക്കുവാനും തുടർന്ന് ഇന്ന് ഈ മീറ്റിംഗിൽ ദൈവവചനം സംസാരിച്ചിട്ട് വൈകിട്ട് മടങ്ങി പോകാനും താല്പര്യപ്പെടുന്നു. और कल रात को यहाँ पे आने के लिए परमेश्वर ने मदद किया। कल रात को पासवान डेविड के यहाँ पे वचन को बताने के लिए परमेश्वर ने मदद किया। आज की सभा यहाँ पे और शाम को भी एक सभा के बाद मैं घर की तरफ वापस जाना चाहूंगा। വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. और बहुत ही अच्छे गीतों के साथ परमेश्वर की आराधना करने के लिए परमेश्वर ने हमारी मदद करी। ഹിന്ദി വലുത് പിടുത്തമൊന്നുമില്ല, ഹിന്ദി थोड़ा मालूम. और हिंदी मेरे को अच्छे से पता नहीं है, थोड़ी थोड़ी हिंदी मुझे आती है। എങ്കിലും മലയാള വിവർത്തന സംഗീതമായതുകൊണ്ട് അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി പാടുവാൻ കർത്താവ് സഹായിച്ചു. लेकिन क्योंकि मलयालम के अर्थ आधार पर भी वो गीत हैं तो इसलिए मैं उनके बोलों के साथ मैं परमेश्वर की स्तुति करने लगा। ആരൊക്കെ ഈ സെന്ററിന്റെ ചുമതല വഹിക്കുന്നെന്നും റീജിയന്റെ ചുമതല വഹിക്കുന്നെന്നും എല്ലാവർക്കും അറിയാതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ സമയം ഞാൻ കളയുന്നില്ല. और कौन कौन इस सेंटर के सारे जिम्मेदारियों को निभाते हैं उन सभी को आप जानते हैं, इसलिए मैं नाम को लेना नहीं चाहूंगा। വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. और सभी बहुत ज्यादा प्रेम जो करते हैं और बहुत ज्यादा आदर जो करते हैं सभी पासवानों को मैं परमेश्वर के नाम पे धन्यवाद करता हूँ। വിവാഹ ജീവിതത്തോടനുബന്ധിച്ചും കുടുംബ ബന്ധമായും പല പരിചിതരും സ്നേഹിതരും ബന്ധുക്കളും ഖത്തറിൽ നേരത്തെ ദൈവത്തെ ആരാധിച്ച സഹോദരങ്ങളൊക്കെ ഈ വേദിയിൽ ഇരിപ്പുണ്ടവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. और वैवाहिक जीवन के बाद उससे पहले नौकरी के संबंध में कतर की जगह पे बहुत सारे लोग वहां थे और वहां से इधर मैं उन लोगों को देख रहा हूं। आप सभी को मैं परमेश्वर के नाम से धन्यवाद देता हूं। എന്റെ ഇളയ സഹോദരനാണ് ബോംബെ മഹാരാഷ്ട്ര ഗോവ റീജിയന്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോൺ. और पासवान जेकब जॉन जो है जो बॉम्बे महाराष्ट्र जोन की जिम्मेदारी को निभाते हैं वो मेरा छोटे भाई हैं। കഴിഞ്ഞ 16 വർഷമായി കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ഖത്തറിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. और पिछले कुछ सालों से कतर के क्षेत्र में जाकर परमेश्वर की सेवकाई को करने के लिए परमेश्वर ने मेरे को मदद किया है। ഭൗമ്യമായ ക്രമീണങ്ങളോടനുബന്ധിച്ച് ഒരു ജോലിയും ദൈവം നൽകിയിട്ടുണ്ട്. और उधर एक नौकरी भी परमेश्वर ने मुझे दिया है। എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और सबके लिए मैं परमेश्वर को धन्यवाद देता हूँ। നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. और क्योंकि हमारे परमेश्वर के आने में देरी है इसलिए एक और मौका परमेश्वर ने हमें दिया है उसकी आराधना करने के लिए, इसलिए मैं परमेश्वर को धन्यवाद करता हूँ। ഇന്ന് പകൽക്കാലം ഏത് ദൈവത്തിന്റെ വചനം സംസാരിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലേക്ക് അതീവമായ രീതിയിൽ പ്രചോദനം നൽകിയ ദൈവ വചന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. और जब मैंने परमेश्वर से प्रार्थना किया कि आज मुझे कौन सा वचन देना है तो परमेश्वर की आत्मा ने मुझसे जो कहा उस वचन की तरफ हम जल्दी जाएंगे। ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. Praise the Lord. കർത്താവ് സഹായിക്കുമായിട്ട് പോൾ നാരായൺ പാസ്റ്ററുടെ മകനാണെന്ന് അല്ലേ? കർത്താവ് സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കുവാൻ പോകുന്നത് 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യമാണ്. आज के मनन के लिए 2 तिमोथियुस की पत्री 1 अध्याय उसके 12वें कलाम को हम पढ़ेंगे। 2 Timothy chapter 1 verse 11 and 12. സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. But I am not ashamed for, ഞാൻ ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. For I know whom I have believed.
അവൻ എന്റെ ഉപനിധി. മതി, സ്തോത്രം. ഇതിന്റെ മുകളിലുള്ള ഭാഗവും അത് കഴിഞ്ഞുള്ള ഭാഗവും എനിക്കറിയാം മണിക്കൂറുകൾ സംസാരിക്കേണ്ട വിഷയമാണ്. और इसके ऊपरी और नीचे वाले विषयों को जब हम पढ़ते हैं, भाग को जब हम पढ़ते हैं, तो कई बातों को लेकर हम इसमें प्रचार कर सकते हैं. എന്നാൽ ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും തന്നെ കടക്കാതെ 12ാം വാക്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് തൽക്കാലം സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. लेकिन उन सभी बातों में जाए बगैर मैं 12वें कलाम से कुछ बातों को आपसे कहना चाहूंगा. But I am not ashamed, लेकिन मैं कभी लजाता नहीं, for I know whom I have believed. क्योंकि मैं जिस पर मैंने विश्वास किया है जानता हूं. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. क्योंकि मैं उसे जिस पर मैंने विश्वास किया है जानता हूं. ആ ആരെ വിശ്വസിച്ചിരിക്കുന്നു ആ വ്യക്തിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് തൽക്കാലം സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. और उसने जिस पर अपने विश्वास को रखा है उस व्यक्ति के बारे में मैं आज प्रचार करना चाहता हूं. നമുക്കെല്ലാവർക്കും അറിയാം അനുഗ്രഹീതമായ ഈടുറ്റ 14 ലേഖനങ്ങളുടെ ഉടമസ്ഥനാണ് അപ്പോസ്തലനായ പൗലോസ്. और प्रेरित पौलुस के बारे में जब हम कहते हैं तो फिर 14 उसने पत्रियों को लिखा है. തന്റെ അവസാനത്തെ ലേഖനമായിരിക്കുന്ന 2 തിമോത്തിയോസ് और उसके आखिरी पत्री में जो दूसरा तिमुथियुस है, ഇത് എവിടെ ഇരുന്നാ എഴുതിയെന്ന് നമുക്കറിയാം. और ये कहां से वो लिखता है हम जानते हैं. ഒരു കുണ്ടറയിൽ നിന്നും കുത്തിക്കുറിച്ച ഒരു വാചകമല്ല ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. और किसी एक जगह पर अच्छी जगह पर बैठकर लिखा हुआ कलाम को नहीं पढ़ा है. മരണത്തിന്റെ ഉമ്മറത്ത് നിന്ന് ആർക്കിങ്ങനെ എഴുതുവാൻ സാധിക്കും ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന്? और कौन है जो ऐसे मृत्यु के क्षण में बैठकर लिख सकता है कि मैंने जिस पर विश्वास किया है. നിമിഷങ്ങൾക്കകം ക്രൂരനായ നീഗ്രോ ചക്രവർത്തിയുടെ കിങ്കരന്മാരുടെ വാൾ തന്റെ തലയിൽ കഴുത്തിൽ വന്ന് പതിക്കുമെന്ന് നന്നായി മനസ്സിലാക്കിയ പൗലോസ്. और ऐसा पौलुस जो इस बात को जानता था कि कुछ क्षण में ही नीरो जो उस वक्त का जो राजगद्दी में बैठा था उसके सोल्जर्स आकर जब उसके गले पर जब तलवार रखने वाले थे, കോടാനുകോടി വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വാരി വിതറിക്കൊണ്ട് എഴുതുകയാണ് for whom I have believed. और फिर वो उस वक्त बहुत सारे धर्मियों को याद करते हुए उनकी गवाही के लिए, उनके उत्तेजन के लिए वो कहता है कि जिस पर मैंने विश्वास किया. 35 വർഷത്തെ സ്തുത്യർഹമായ ആത്മീയ സേവനത്തിന് വിരാമമിടുവാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ, और फिर उसके इतने साल के सेवकाई के बाद केवल कुछ घंटे अभी बचे हैं. ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു ദർശനത്തിൽ സുവിശേഷത്തിന്റെ ദീപശിഖ നേരിട്ട് ഏറ്റുവാങ്ങിയ പൗലോസ്. और ऐसा पौलुस जो दमस्कस के फाटक में ही परमेश्वर के सुसमाचार को फैलाने के लिए जिसने उसका मुखा सामना किया, ഒരു വിധത്തിലും താൻ ഏറ്റുവാങ്ങിയ സുവിശേഷത്തിന്റെ ദീപശിഖയ്ക്ക് കരിന്തിരി ഉണ്ടാകാതെ, और एक भी क्षण उसने जो सुसमाचार के लिए उठाया उसके ऊपर कोई भी विलाम ना रखते हुए 35 വർഷത്തെ ആത്മീയ സേവനത്തിന് അവൻ വിരാമമിട്ടുകൊണ്ട് और 35 साल की आत्मिक सेवा में वो अभी एक विराम चिन्ह डालते हुए പൗലോസ് പറയാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. और पौलुस इस वक्त कहता है कि मैंने जिस पर विश्वास किया. നിയമം കൊണ്ടും ഇന്നലെ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നിയമം കൊണ്ടും സാഹചര്യം കൊണ്ടും പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്ന ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെ മധ്യയാണ് ഞാൻ പ്രസംഗിക്കുന്നത് നന്നായി അറിയുന്നു. और मैं इस बात को सही से जानता हूं कि चाहे नियम हो जाए, चाहे परिस्थिति हो जाए या फिर क्लेश हो जाए, उसके बीच में से गुजरने वाले लोगों के बीच में मैं प्रचार कर रहा हूं. എന്നാൽ അതിന്റെ മധ്യയും പറയണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. लेकिन उसके बीच में भी हमारे अंदर दिलेरी होनी चाहिए कि हम कहने पाए मैंने जिस पर विश्वास किया है. For whom I have believed. और क्योंकि जिस पर मैंने विश्वास रखा है, ആരെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അവൻ മൂലം പൗലോസ് പറയാണ് ഞാൻ നല്ല പോർ പൊരുതു. और जिस पर मैंने विश्वास रखा है उसी पर विश्वास रख के वो कहता है कि मैंने अच्छी दौड़ दौड़ी है. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ മൂലം ഞാൻ എന്റെ ഓട്ടം തികച്ചു. और जिस पर मैंने विश्वास किया है उसी से वो कहता है कि मैंने अपने दौड़ को पूरा किया है. ആമേൻ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ മൂലം ഞാൻ എന്റെ വിശ്വാസം കാത്തു. और मैंने जिस पर विश्वास किया है उसी के द्वारा मैंने मेरे विश्वास को संभाला है. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എനിക്ക് പ്രത്യാശയുടെ കിരീടം തരും. और जिस पर मैंने विश्वास
कहकर समाप्त नहीं करता। ഞാൻ ഓർപ്പിച്ചതുപോലെ കോടാനുകോടി വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ. और जैसे मैंने बताया कि करोड़ों करोड़ों भक्तों के लिए एक आशा का एक समक्ष वो लिखता है। വാരി വിതറിക്കൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പൗലോസ് പറയുകയാണ് 2 തിമോഥെയോസ് 4:16 മുതൽ വാക്യങ്ങളിൽ ഞാൻ നല്ല പോർ പൊരുതു. और चौथे कलाम के 16वें कलाम में वो इस समान कहता है कि मैंने अच्छी कुश्ती लड़ी है, ഞാൻ ഓട്ടം തികച്ചു, मैंने मेरे दौड़ को पूरा किया है, ഞാൻ വിശ്വാസം കാത്തു, और मैंने विश्वास को पूरा संभाला है, എനിക്ക് നീതിയുടെ കിരീടം और अभी मेरे उद्धार का जो मुकुट है എനിക്കായി വെച്ചിരിക്കുന്നു. वो मेरे लिए रखा गया है। എനിക്ക് മാത്രമല്ല और केवल मेरे लिए ही नहीं, എന്നെ പോലെ मेरे जैसे ही വിശ്വാസം കാത്ത जिन लोगों ने अपने विश्वास को संभाला है, നല്ല പോർ പൊരുതുന്ന जिन्होंने अच्छी कुश्ती लड़ी है, ഓട്ടം തികയ്ക്കുന്ന जिन्होंने अच्छी तरह दौड़ पूरा किया है, കോടാനുകോടി वैसे ही करोड़ों करोड़ों ഭക്തന്മാർക്ക് जो भक्त लोग हैं, വെച്ചിരിക്കുന്ന കിരീടം उनके लिए जो रखा हुआ मुकुट, എത്ര പേർക്ക് ഇന്ന് തൽക്കാലം സന്തോഷമുണ്ട്? कितने ही लोग आज सुबह के समय आनंदित हैं। പൗലോസിന് മാത്രമല്ല, केवल पौलुस के लिए नहीं, പൗലോസിനെ പോലെ लेकिन पौलुस के समान ഓട്ടം തികയ്ക്കുന്ന जिन लोगों ने अपनी दौड़ को पूरा किया है, വിശ്വാസം കാത്ത जिन्होंने अपने विश्वास को रखा है, നല്ല പോർ പൊരുതുന്ന और जो अच्छी कुश्ती लड़ते हैं, വിശുദ്ധന്മാർക്ക് और जो विश्वास के लोग हैं, വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം. उनके लिए जो धर्म का मुकुट रखा गया है। ഇന്ന് പകൽക്കാലം आज सुबह के समय വിശ്വാസത്തോടുകൂടി विश्वास के साथ, വിശ്വാസ് whom I have believed, क्योंकि जिस पर मैंने विश्वास किया ആരെ है, വിശ്വസിച്ചിരിക്കുന്നു, मैंने जिस पर विश्वास किया ഞാൻ है, ആരെ ആരാധിക്കുന്നു, मैं जिसकी आराधना करता ഞാൻ हूँ, ആരെ സ്നേഹിക്കുന്നു, मैं जिसकी सेवा करता हूँ, ഞാൻ ആരുടെ സന്നിധിയിൽ ഉപവസിക്കുന്നു, और मैं जिसकी हुजूरी में उपवास रखता हूँ, ആരെ മഹത്വപ്പെടുത്തുന്നു. मैं जिसकी महिमा करता हूँ। എത്ര പേർ ഇന്ന് തൽക്കാലം പറയും? कितने ही लोग आज सुबह के समय इसको कहेंगे, അഗാധമായ ഉറപ്പിന്ന് തൽക്കാലം പ്രാപിക്കണം. और एक दृढ़ निश्चय इस बात के लिए आपको प्राप्त करना है। എന്താണ് ആ ഉറപ്പ്? और ये निश्चय क्या है? പ്രതിസന്ധികളിൽ जब आप मुसीबतों का सामना करते हैं, എന്നെ ചേർത്ത് പിടിക്കുന്ന, जो मेरे को गले से लगाता है, എന്നെ കരുതുന്ന, मेरे को संभालने वाला, എന്നെ ഉയർത്തുന്ന, मेरे को उठाने वाला, എന്നെ മാനിക്കുന്ന, मेरे को आदर देने वाला, എന്നെ സഹായിക്കുന്ന, मेरे को सहाय करने वाला, ബലം നൽകുന്ന, मेरे को बल देने वाला, എനിക്ക് ഉദ്ധാരണം നൽകുന്ന, मेरे को उत्तर देने वाला, വീണ്ടെടുത്ത मेरे को जिसने मोल लिया है, ജയാളിയായ കർത്താവ്, जयवंत परमेश्वर, അവൻ മടങ്ങി വരും, वो वापस आएगा, അവൻ മടങ്ങി വരും, वो वापस आएगा, അവൻ മടങ്ങി വരും. वो वापस आएगा। എനിക്ക് മാത്രമല്ല, केवल मेरे लिए ही नहीं, എന്നെ പോലെ लेकिन मेरे जैसे ആരാധിക്കുന്ന, जो आराधना करते हैं, ഉപവസിക്കുന്ന, जो उपवास करते हैं, മഹത്വം കൊടുക്കുന്ന जो महिमा देते हैं, കോടാനുകോടി जो करोड़ों करोड़ों വിശുദ്ധന്മാർക്ക് पवित्र लोग जो हैं, ഒരുക്കി വച്ചിരിക്കുന്ന उनके लिए जो तैयार किया है, കിരീടങ്ങൾ, उनके लिए जो मुकुट है, കിരീടങ്ങൾ, वो मुकुट जो है, കഷ്ടത അനുഭവിക്കുന്ന, और जो कष्ट का अनुभव വേദന करते हैं, അനുഭവിക്കുന്ന जो वेदना का अनुभव करते വിശുദ്ധ हैं, ജനമേ, जो पवित्र लोग आप പോകരുതേ, लोगों को थकना नहीं है, നിരാശപ്പെടരുതേ, आपको निराश नहीं होना है, കാലിങ്ങൾ പോകരുതേ, आपको डगमगाना नहीं है, ഹൃദയം കലങ്ങരുതേ. आपका मन व्याकुल न ദൈവത്തിൽ हो। വിശ്വസിപ്പീൻ, परमेश्वर पे विश्वास करो, ദൈവത്തിൽ വിശ്വസിപ്പീൻ, परमेश्वर पे विश्वास करो, ദൈവത്തിൽ വിശ്വസിപ്പീൻ. परमेश्वर पे विश्वास ആരെ करो। വിശ്വസിക്കുന്നു? आप जिस पर विश्वास करते हो, പകൽക്കാലം आज सुबह के समय ഉറപ്പ് പ്രാപിച്ചിട്ട് മാത്രമേ പോകാവൂ. एक निश्चय को प्राप्त करने के बाद ही आप वापस जाएं। ഹല്ലേലൂയ. हालेलुया, സന്തോഷത്തോടെ आनंद के साथ കരങ്ങളെ ഉയർത്തി हाथों को उठाकर ഹല്ലേലൂയ. ഹല്ലേലൂയ. हालेलुया। പൗലോസിന് ഒരു ആഗ്രഹമേ ഉള്ളൂ. पौलुस की केवल एक ही इच्छा थी തർസോസിലെ ശൗലിന് ഒരു ആഗ്രഹമേ ഉള്ളൂ. कि तर्शश का जो सौल है, उसका एक ही इच्छा थी। क्या थी वो? വിട്ടുപിരിഞ്ഞ് कि जो अलग होकर, എന്റെ കാന്തനായ, कि मेरा जो दाता രാജമനാഥനായ मेरा जो प्रेमी परमेश्वर, എന്റെ കർത്താവിനോട് ചേരണം. उस परमेश्वर से मुझे मिलना है। പൗലോസേ, ए पौलुस, അത് നിമിഷങ്ങൾക്ക് നടക്കുവാൻ പോകുകയാണ്. कुछ क्षण में ही अभी वो होने वाला അത് है, നിമിഷങ്ങൾക്ക് നടക്കുവാൻ പോകുകയാണ്. कुछ क्षण में ही अभी वो होने वाला है। ഒരു വെളിച്ചം കിടക്കാത്ത, और जहाँ पे एक किरण रोशनी की ना जाए, ഇരുളടഞ്ഞ, जहाँ पे पूरा अंधेरा है, ക്രൂരനായ जहाँ पे क्रूर है, നീഗ്രോയുടെ जो नीग्रो है, മാമേസ്റ്റൻ തടവരയിൽ നിന്നും और उसके काल कोठरी के अंदर से ഓസ്റ്റൻ റോഡ് വഴി ऑस्टिन जो
और सेनापति की आज्ञा के द्वारा ആരാച്ചന്മാരുടെ വാൾ और उसके जो तलवार जो है മകനായ പൗലോസിന്റെ और जो पौलुस जो है കഴുത്തിൽ വന്ന് പതിക്കും. उसके गले पे आकर अभी गिरने वाली है. നിമിഷങ്ങൾക്കകം कुछ क्षण के अंदर ജീവനില്ലാതെ जो जीवन के बगैर തന്റെ തല उसका जो सर जो है തന്റെ കവചത്തിൽ നിന്നും उसके जो धड़ से അതായത് തന്റെ ശരീരത്തിൽ നിന്നും उसके शरीर से പിരിഞ്ഞ് अलग होकर തല ഉരുണ്ട് सर जो है वो घूमता ആ घूमता റോഡിൽ കൂടി മാറിപ്പോകും. वो जो सड़क है सड़क पे से कभी जाएगा. लेकिन ഒരു കാര്യം അവൻ മനസ്സിലായി. एक चीज उसको पता चलती നല്ല है പൊരുതാ. कि अगर मैंने अच्छी कुश्ती जो लड़ी है, जो मैंने विश्वास को जो थामा है തികച്ച और जो मैंने दौड़ को पूरा किया है, मेरे लिए എന്റെ കർത്താവിന്റെ സന്നിധിയിൽ मेरे परमेश्वर की हुजूरी में തികച്ചിരിക്കുന്ന एक तैयार किया हुआ ഒരു കിരീടമുണ്ട്. एक मुकुट है. ഓർത്താൽ और उसको अगर मैं याद करूं ലോകത്തിലെ കഷ്ടങ്ങൾ, तो फिर इस संसार का ലോകമായ कष्ट, കഷ്ടങ്ങൾ, जो इस संसार का कष्ट പ്രതിസന്ധികൾ और इधर का जो क्लेश है, സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. वो सभी क्षण भर के लिए है. സാരമില്ല എന്നെണ്ണണം. वो सभी क्षण भर के लिए है. സാരമില്ല എന്നെണ്ണണം. वो सभी क्षण भर के लिए है. ലോകമായ കഷ്ടങ്ങൾ, और जो कुछ क्षण के जो कष्ट है വേദനയില്ലാത്ത ഒരു ശരീരം, और एक ऐसा शरीर जिसमें कोई वेदना ना हो, പ്രതിസന്ധികളില്ലാത്ത ഒരു ശരീരം, ऐसा एक शरीर जिसमें कोई मुसीबत ना ആ है, ശരീരം പ്രാപിക്കുവാൻ പോകുക. और वो शरीर अब वो प्राप्त करने वाला है. സമയം അടുത്തു വരിക. उसका समय उसके पास आ रहा है എഴുതി വെച്ചിരിക്കുക. और वो लिख कर रखा गया है കർത്താവ് कि ये देखो परमेश्वर स्वयं ശരീരനാഥത്തോടും और अपने पूरे महिमा के साथ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും और प्रधान स्वर्गदूत की आवाज के साथ ദൈവത്തിന്റെ കാവലത്തോടും കൂടെ और परमेश्वर की तुरही के साथ സ്വർഗ്ഗത്തിൽ നിന്ന് स्वर्ग से ഇറങ്ങി വരും. जब वो उतर आएगा. ഇന്ന് പകൽക്കാലം आज सुबह के समय എത്ര പേർക്ക് പ്രത്യാശയോട് പറയാൻ സാധിക്കും? कितने ही लोग आशा के साथ कह सकते हैं कि जब वो आएगा, താങ്കൾ കേൾക്കുമ്പോൾ, कि जब तुरही सुनी जाएगी, മുഴങ്ങുമ്പോൾ, कि जब तुरही की आवाज सुनी जाएगी, ജീവനോടിരിക്കുന്നുവെങ്കിൽ अगर मैं जीवन के साथ हूँ അതിനപ്പെടും. तो फिर मैं रूपांतरित അല്ല, हूँ. അതിനു മുമ്പേ लेकिन अगर उससे पहले മരിച്ചുപോയെങ്കിൽ अगर मैं मर भी जाऊं तो ഞാൻ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കും. मैं पहले उठूंगा കർത്താവിനോടുകൂടെ ഞാൻ ആയിരിക്കും. और मेरे परमेश्वर के साथ मैं जाऊंगा. സന്തോഷമുണ്ട്. कितने ही लोग इस बात से खुश हैं, ഉറപ്പുണ്ട്. कितने ही लोग इस बात पर निश्चय रखते हैं, ധൈര്യമുണ്ട്. कितने ही लोग इस बात से धीरज रखते हैं കാലം कि अगर समय हो जाए യേശുവോട് പറയട്ടെ, आशा के साथ कहें ഞാൻ ഉയർക്കും. कि मैं उठूंगा, ഞാൻ ഉയർക്കും. मैं उठूंगा, ഞാൻ രൂപാന്തരപ്പെടും. मैं रूपांतरित होऊंगा. യേശുവിന്റെ നാമത്തിൽ, यीशु मसीह के नाम से, യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से എല്ലാവരും കരങ്ങൾ അടിച്ച് सभी लोग हाथों को बचा ആത്മാവിന്റെ നിറവിൽ, और आत्मा के भरपूरी में, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ पवित्र आत्मा के भरपूरी में, ശക്തിയോടെ, शक्ति के साथ, ശക്തിയോടെ, शक्ति के साथ, ശക്തിയോടെ सामर्थ के साथ, ആത്മാവിന്റെ നിറവിൽ, आत्मा की भरपूरी में, ശുദ്ധാത്മാവിന്റെ നിറവിൽ, पवित्र आत्मा की भरपूरी में ഭാഷയോടെ, और अन्य भाषाओं के साथ, ഭാഷയോടെ, अन्य भाषाओं के साथ, ഭാഷയോടെ अन्य भाषाओं के साथ ദൈവത്തെ परमेश्वर को ആരാധിക്കും. परमेश्वर को कुछ से യേശുവിന്റെ നാമത്തിൽ, मसीह यीशु के नाम से, യേശുവിന്റെ നാമത്തിൽ मसीह यीशु के नाम से അന്ധകാരത്തിന്റെ കത്തികൾ, अंधकार की जो सामर्थ है പോരാട്ടങ്ങൾ, और शत्रु की जो ललकारें हैं, പിശാചിന്റെ പോരാട്ടങ്ങൾ, शैतान की जो ललकारें हैं തലമുറകൾക്ക് നേരെ, और वो जो पंच के ऊपर है, जो आपकी सेवकाई के खिलाफ है, जो आपके परिवार के खिलाफ है പോരാടുന്ന അന്ധകാരത്തിന്റെ കത്തികളെ और जो अंधकार की सामर्थ जो बनी है, യേശുവിന്റെ നാമത്തിൽ. ഇത് വെറുതെ കുറിച്ച് വെച്ചിരിക്കുകയല്ല. दर्द के बारे में नहीं लिखा. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. आप जरा इस बात को सोच कर देखें. മരണത്തിന്റെ ഉമ്മറത്താ പൗലോസ് ഇപ്പൊ ഇരിക്കുന്നത്. पौलुस जो है वो मृत्यु के एकदम करीब बैठा है. എങ്ങനെ ഈ ഒരു വാക്യം എഴുതാൻ പറ്റും? और कैसे इस समान का शब्द वो लिख सकता है ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന്. कि मैं जिस पर विश्वास करता हूं. അതിനെന്താ കാരണം? उसका कारण क्या है? അതിന് കാരണമുണ്ട്. उसका एक कारण है.
ദമസ്കോസിൽ വെച്ച് कि दमस्कस जगह पर और वो सुसमाचार का दीपक उसके हाथ में दिया പൗലോസ് ഏറ്റുവാങ്ങി. और वो पौलुस उसको ले लेता है, ग्रहण करता അതുകൊണ്ട് है 3 സ്ഥാനങ്ങൾ അവന് ലഭിച്ചു. और उसके लिए उसको 3 स्थान मिलता അവിടെ है. എഴുതിയിട്ടുണ്ട്. उधर लिखा है, അതിന്റെ മുകളിലുള്ള വാക്യം ഞാൻ വായിക്കുന്നില്ല. उसके ऊपरी कलाम को मैं नहीं पढ़ना चाहता, appointed as a लेकिन उसको इस समान नियुक्त किया, preacher, प्रचारक के तौर पर उसको नियुक्त किया apostle, और उसको प्रेरित के नाम पर അത് नियुक्त किया, മാത്രമല്ല teacher, और केवल उतना ही नहीं, एक अध्यापक के तौर पर भी नियुक्त किया, പ്രസംഗിയായും प्रचारक के तौर पर, അപ്പോസ്തലനായും, एक प्रेरित के तौर पर, ആമേൻ. അവിടെ മാത്രം വീണ്ടും എഴുതിയിരിക്കുക, ഉപദേഷ്ടാവുമായി നിയമിച്ചിരിക്കുക. और एक अध्यापक के तौर पर भी उसको नियुक्त किया गया है. അതുകൊണ്ട് ഞാൻ എല്ലാം സഹിക്കുക. और इसलिए वो कहता है कि मैं सब कुछ सह लेता हूँ. ഹല്ലേലൂയ. आमीन. എന്തിനാ നമ്മുടെ ദൈവദാസന്മാർ കഷ്ടപ്പെട്ട് വേല ചെയ്യുന്നത്? और क्यों हमारे परमेश्वर के सेवक जो हैं वो ഉത്തരേന്ത്യയിലെ दर्द के साथ പ്രശ്നങ്ങളെ കുറിച്ച് देते हैं? ഞങ്ങൾ നന്നായി അറിയുന്നു. और इधर इंडिया में जितना भी ललकार है, चुनौती है, उनके बारे में हम जानते हैं. ഉത്തരേന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് ഞാൻ ശുശ്രൂഷിക്കുന്ന എന്റെ ദൈവസഭ. और उत्तर भारत की सारी सेवकाइयों के लिए अच्छी तरीके से प्रार्थना करने वाली सभा है जहाँ पे मैं सेवकाई कर रहा हूँ. അത് മനസ്സിലാക്കുന്ന ബെൻസൺ പാസ്റ്റർ ഉൾപ്പെടെയുള്ള അനവധി പേര് ഇവിടെ ഇരിപ്പുണ്ട്. और उनको जानने वाले बेंसन पासवान और बहुत सारे लोग इधर बैठे हैं. ഹല്ലേലൂയ. आमीन. ഹല്ലേലൂയ. हालेलुया. പൗലോസ് പറയുക, पौलुस इस समान कहता है ഞാൻ ആരാണെന്ന് അറിയാമോ? कि मैं कौन हूँ, क्या आप जानते हैं? ഹല്ലേലൂയ. തീവ്രമായ മതവൈരാഗ്യത്തിന്റെ പേരിൽ कि बहुत ही ज्यादा क्रूर तौर पर धर्म के नाम पे ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ച ന്യായപ്രമാണത്തിന്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ और गमालियल के पथ पे बैठकर मैंने जो न्याय और जितना भी नियम है सही रीति से जो पढ़ा, ഹല്ലേലൂയ, ക്രിസ്തു മാർഗത്തിനെതിരായി ഒത്തിരി പ്രവർത്തിച്ചവനാ ഞാൻ. और मसीहत के खिलाफ बहुत ही ज्यादा काम मैंने किया है. യേശു തന്റെ ദേഹമെന്ന തിരുശീലയിൽ കൂടി और यीशु अपने शरीर रूपी जो തിരുശീലയിൽ കൂടി और पर्दे के तौर पर ലിവിംഗ് വേ ഒരു പുതിയ വഴി തുറന്നു. और एक नया उसने एक मार्ग को खोला, ജീവനുള്ള പുതുവഴി. और वो जीवन का एक नया मार्ग था. എല്ലാം പുതിയത്. और सब कुछ उसने नया बनाया. വസ്ത്രധാരണം പുതിയത്. उसका वस्त्र का शैली ജീവിത नया हो രീതി गया. പുതിയത്. उसका जीवन शैली नया हो ആരാധന गया. പുതിയത്. उसकी आराधना नहीं हो കൊടുക്കലാങ്കൽ പുതിയത്. गई. और उसका लेन देन नया हो നോട്ടം गया. പുതിയത്. उसकी नजर जो है वो नया हो ഭാവം गया. പുതിയത്. उसका भाव जो है नया ആരാധന हो गया. പുതിയത്. आराधना नया हो गया. കൊണ്ട് പുതിയത്. और सब कुछ वो नया हो गया. അനുസരണം കെട്ടവനെ അനുസരിക്കുന്നവരായിരുന്നു നമ്മൾ. और जो अनाज्ञाकारी थे उनको आज्ञाकारी बनाया. അന്ധകാരത്തിന്റെ കീഴിലായിരുന്നു നമ്മൾ. हम लोग जो थे वो अंधकार के वश ഈ में थे. ലോകത്തിന്റെ അധിപതിയുടെ കീഴിലായിരുന്നു നമ്മൾ. इस संसार के प्रभु के वश में थे. എന്നാൽ കാൽവരിയിൽ തുറക്കപ്പെട്ട പുതുവഴിയിലൂടെ लेकिन कलवरी में जो हमारे लिए नया राह जो പുത്രനെ खोला गया, പുത്രനെ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിച്ചത് കൊണ്ട്, और क्योंकि रास्ते में आप नाश ना हो जाए इसलिए, क्योंकि हमने पुत्र को चूम लिया है, ഒരു इसलिए പുതുവഴിയിലായി തീർന്നു. एक नए राह में हम लोग बदल गए. അതിൽ വലിയ ഭാഗ്യം എനിക്ക് വേറെയില്ല. और उससे ज्यादा बड़ा भाग्य എന്റെ इस दुनिया में नहीं കൈ है. ഉയർത്തി പറയും, അതിലും വേറെ മഹാഭാഗ്യം എന്റെ ജീവിതത്തിലില്ല. और मेरे साथ हाथ ऊपर उठाकर कह सकते हैं क्या, ഈ इससे बड़ा भाग्य വൻകൃപയിലായി नहीं है. തീർന്നത്, ഈ വൻകൃപയിലായി തീർന്നത്, और इस महान कृपा में जो आप रहे ഈ हैं, നല്ല വഴിയിലായി തീർന്നത് और इस नए राह में जो आप हो चुके हैं, മഹാഭാഗ്യം. ये एक बहुत ही बड़ा भाग्य है. പൗലോസ് ചിന്തിക്കുക, पौलुस इस समान सोचता है എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തു കൂട്ടിയത്. कि क्या कुछ काम मैंने किया है. പ്രസംഗിച്ചതിന്റെ പേരിൽ प्रचार किया उसके नाम पे, ആമേൻ, കോപപരവശനായി, और वो बहुत ही ज्यादा गुस्से में आ गया. പല്ല് കടിച്ച് उसने अपने दांतों को पीसा, മൂർത്ത കല്ലുകൾ और बहुत ही बड़े जो पैने जो पत्थर हैं പെറുക്കിയെടുത്ത് उसने उठाकर, ഒന്നാമത്തെ രക്തസാക്ഷിയായ जो सबसे पहला जो मृत परमेश्वर के लिए जो സ്തെഫാനോസിന്റെ നേരെ വലിച്ചെറിഞ്ഞപ്പോൾ, स्तेफानोस के खिलाफ जब उसने फेंका, जब लोग फेंक रहे थे, കല്ലുകൾ കൊണ്ട് അസ്ഥികൾ പൊടിയുന്നുവെങ്കിലും पत्थरों से जब हड्डियां टूट रही थी, फिर മുട്ടുകുത്തി घुटनों को टेक कर കല്ലേറ് കൊണ്ടവൻ, जिसने पथराव को सहा, കല്ലേറ് കൊണ്ടവൻ മുട്ടുകുത്തിയെന്ന്, और जो पथराव सहा वो കല്ലേറ് घुटनों में കൊണ്ടവൻ बैठा. മുട്ടുകുത്തി पथराव के समान वो घुटने में बैठा. കോപപരവശനായി അവന്റെ നേരെ പാഞ്ഞു. और लोग जो हैं पूरे क्रोध में भरकर പാഞ്ഞവരുടെ വസ്ത്രം സൂക്ഷിച്ച യൗവനക്കാരൻ, और
और जिसने उसके ऊपर पथराव किया ആ उनके वस्त्र യൗവനക്കാരനാ संभाला। സൗൽ, और जो पथराव कर रहे थे उनके वस्त्र को संभालने वाला था ആ शाऊल। യൗവനക്കാരനാ സൗൽ, और वो वस्त्र संभालने वाला था शाऊल। ആ യൗവനക്കാരനാ സൗൽ. और उनके वस्त्र को संभालने പക്ഷെ वाला था शाऊल। കല്ലേറുകൊണ്ട് ചത്തപ്പോഴും लेकिन जब पथराव से जो मृत्यु സ്വർഗം संभाली, തുറന്നത് കണ്ടു. उसने देखा कि वो स्वर्ग जो है खुला സ്വർഗം है। തുറന്നത് കണ്ടു. उसने देखा कि स्वर्ग खुला है, ദൈവപുത്രൻ कि परमेश्वर का पुत्र മഹിമയുടെ വലത്തുഭാഗത്ത് कि महिमा के दाहिने ओर खड़ा रहता है। എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. वो खड़ा होता हुआ वो देखता है। പ്രശ്നങ്ങളുടെ മധ്യേയും प्रश्नों के बीच में भी, പ്രതികൂലങ്ങളുടെ മധ്യേയും मुसीबतों के बीच में भी, സഭയ്ക്കെതിരെ പീഡനങ്ങൾ നടക്കുമ്പോഴും कलीसिया के खिलाफ जब पीड़ना होती है, സ്വർഗം തുറക്കുന്നത് കാണണം. स्वर्ग खुला हुआ वो देखना है। സ്വർഗം തുറക്കുന്നത് കാണണം. स्वर्ग खुला हुआ देखना है। സ്വർഗം തുറക്കുന്നത് കാണുന്നവരെയാണ് ദൈവം മാനിക്കുന്നത്. और जो स्वर्ग को खुला हुआ देख पाते हैं, केवल उन्हीं को परमेश्वर आदर देता है। യെരൂശലേമിലുള്ള यरूशलेम में जो थे, ക്രിസ്ത്യാനികളെ जो मसीही लोग थे, തീവ്രമായ പീഡനത്തിന് और बहुत ज्यादा पीड़ना करते हुए വിധേയനാക്കിയവനാണ് ശൗൽ. उनको भगाने वाला था शाऊल। അവിടെ നിന്ന് उधर से ഞാൻ ഓടിച്ചു പോകുകയാ. मैं जल्दी इस बात को बताऊंगा, ട്രാൻസ്ലേഷനോട് ഉള്ളതുകൊണ്ട് എന്റെ സമയം പോയല്ലേ. क्योंकि ट्रांसलेशन में यह समय थोड़ा ज्यादा जा रहा है। ഹല്ലേലൂയ. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി एक खास उद्देश्य के लिए മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് महायाजक के पास जाकर ആമേൻ സ്തോത്രം പത്രമൊക്കെ വാങ്ങിച്ചു. उसने एक पत्र को ले लिया, അധികാരപത്രം. और वो अधिकार का पत्र था। ധനാഢ്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് और क्योंकि वो एक अच्छे परिवार में बना ഞാൻ था, വിശ്വസിക്കുന്നു मैं जानता हूँ വിശുദ്ധ നഗരിയായ जो पवित्र नगरी थी യെരൂശലേമിൽ നിന്നും यरूशलेम से लेकर 250 കിലോമീറ്റർ ദൂരെയുള്ള करीब 250 किलोमीटर दूर, ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായിരിക്കുന്ന ദമസ്കോസിലേക്ക് कि अभी जो सीरिया है उसकी जो राजधानी है दमस्कस के पास, പോയതേതായാലും കഴുതപ്പുറത്തല്ല, और वो जो गया होगा वो गधे के ऊपर नहीं गया होगा, നടന്നുമല്ല പോയെന്ന് വിശ്വസിക്കുന്നു. और मैं विश्वास करता हूँ चलकर भी नहीं गया होगा। ഒരു ഡെലിഗേഷൻ ഉണ്ട്. और उधर एक जगह है, അകമ്പടി നായകന്മാരുണ്ട്. और उधर याजक लोग हैं, ഇംഗ്ലീഷിൽ അതിനെ പറയുന്ന ടെമ്പിൾ ഗാർഡ് എന്നാ. और उनको जो मंदिर के जो रखवाली करने वाले हैं। എങ്കിലും ഞാൻ സൗലിനെ ഇങ്ങനെ ദർശിക്കുക. लेकिन मैं शाऊल को इस समान दर्शित देखता हूँ കയ്യിൽ അധികാരപത്രം, कि हाथ में नियम का पत्र है, വലത് കൈകൊണ്ട് और अपने दाहिने हाथ पे സഞ്ചരിക്കുന്ന കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് और एक जो घोड़े पर जिस पे वो सवार है उसके लगाम को पकड़ते കുതിരയുടെ हुए, പുറത്ത് और घोड़े के ऊपर चढ़ते हुए ഒരു സേനാ നായകനെ പോലെ, एक सेनापति के समान, ഒരു വീര യോദ്ധാവിനെ പോലെ, एक वीर योद्धा के समान, കാലുകൊണ്ടും വലത് കൈകൊണ്ടും അവൻ സഞ്ചരിക്കുന്ന കുതിരയെ നിയന്ത്രിച്ച്, और जो घुड़सवारी करते हुए उस घोड़े को नियंत्रण करते हुए, യെരൂശലേമിൽ നിന്നും 250 മൈൽ ദൂരെയുള്ള ദമസ്കോസിലേക്ക്, और यरूशलेम से लेकर यरूशलेम से दमस्कस की तरफ वो यात्रा करते हुए, അവിടെ പാപം പിടിച്ച ക്രിസ്ത്യാനികളെ और उधर जो बेचारे जो मसीही लोग थे उनको पकड़कर യെരൂശലേമിൽ കൊണ്ടുവന്ന് बांधकर उनको यरूशलेम में ले आकर, പീഡനത്തിന് വിധേയനാക്കുവാൻ और उनको पीड़ना करने के लिए, उनको नाम लिखने के लिए 250 കിലോമീറ്റർ താണ്ടി 250 किलोमीटर दूर चलते हुए ഹെർമോൻ മലയ്ക്കും हरमोन के जो पर्वत पे സിറിയൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് और सीरिया के जो मरुस्थल के ऊपर से यात्रा करते हुए, ദമസ്കോസിനോട് അടുക്കാറായപ്പോൾ और जैसे ही वो दमस्कस की तरफ पहुंचने वाला था, ഒരു പാപം പിടിച്ച മനുഷ്യൻ, और एक बेचारा, एक मनुष्य, ഒരു നല്ല ശിഷ്യൻ, एक अच्छा एक चेला, അവനുകൊണ്ട് പൗലോസിന്റെ ലിസ്റ്റിൽ, और वो भी है पौलुस के लिस्ट में, उसका भी नाम है, അവനുകൊണ്ട് പൗലോസിന്റെ ലിസ്റ്റിൽ वो भी है, उसका लिस्ट में भी नाम लिखा गया है। ശുശ്രൂഷിക്കുന്ന വൃന്ദമേ, जो सेवकाई करने वाले लोगों പീഡനം അഴിച്ചുവിടുന്നവർ, और जो पीड़ना करने वाले हैं, നമ്മുടെ പേരുകൾ ഉൾപ്പെടുത്തിയെന്ന് വരും. और हो सकता है कि उनके लिस्ट में हमारा नाम भी हो। ഇന്ന് പകൽക്കാലം പറയട്ടെ, പകലൊഴുകേ, आज सुबह के समय मैं कहूंगा कि डगमगाना नहीं है, डगमगाना नहीं है। പീഡനത്തിന് വരുന്നവരെ और जो पीड़ना करने के लिए आते हैं രൂപാന്തരപ്പെടുത്തുന്ന उनको रूपांतरित करने के लिए യേശുക്രിസ്തുവിന്റെ ശക്തി, मसीह यीशु का सामर्थ, എന്റെ യേശുവിന്റെ ശക്തി, मेरा यीशु का सामर्थ, എന്റെ രക്ഷകന്റെ ശക്തി और मेरे परमेश्वर का सामर्थ ഇന്ന് പകൽക്കാലം आज सुबह के समय ഇവിടെയും വിളങ്ങുകയാണ്. आज इधर भी वो व्यापित
किया ഉച്ചക്കലത്തെ സൂര്യനെ വെല്ലുന്ന വെളിച്ചം और ऐसी एक रोशनी जो दोपहर के समय सूर्य को अंधेरा कर दे പാവം പിടിച്ച ഒരുവൻ कि एक बेचारा एक व्यक्ति अनन्यास जो है അവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക वो भी प्रार्थना कर रहा है പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക वो भी प्रार्थना कर रहा है കർത്താവ് വിളിച്ചവനെ परमेश्वर उसको बुलाता है മകനെ അനന്യാസേ कि हे बेटा अनन्यास എഴുന്നേറ്റ് ഒരു കാര്യം പറയാനുണ്ട് उठ जा तेरे को एक बात बताना है ഒരുവൻ വരുന്നുണ്ട് एक व्यक्ति आ रहा है വന്നു കഴിഞ്ഞു वो आ चुका है ഞാൻ അവനെ വിളിച്ചു मैंने उसको बुलाया സോൾ സോൾ कि सौल सौल why you are persecuting me तू मुझे क्यों पीड़ित करता है ശൗലേ ശൗലേ कि हे शौल നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് तू क्यों मुझे पीड़ित करता है Lord who are you हे प्रभु तू कौन है യേശുവേ हे यीशु കർത്താവേ हे परमेश्वर ആരാ तू कौन है അവൻ മറുപടി പറയുക और वो उत्तर देता I है am the Lord कि मैं वो प्रभु हूँ today I will reform you मैं आज तेरे को फिर से today I will जीवन give a new power मैं तुझे एक नया सामर्थ्य दूंगा ഇന്ന് നിനക്ക് आज तेरे को ഒരു പുതിയ ശക്തി നൽകുന്ന एक नया सामर्थ्य देने वाला നീ ഉപദ്രവിക്കുന്ന जिसका तू पीड़ना करता है ഉപദ്രവിക്കുന്ന जिसको तू पीड़ित करता है നസ്രനായ യേശുവാ ഞാൻ नसरी यीशु हूँ मैं ശൗലിനെ വിളിച്ചിട്ട് യേശു ചോദിക്കുക शौल को बुलाकर यीशु यूं पूछता है ശൗലേ कि हे शौल നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ क्यों तू मुझे पीड़ित करता है പൗലോസ് തിരിച്ചു ചോദിച്ചു पौलुस वापस पूछता है കർത്താവേ हे प्रभु ആരാ നീ आप कौन हो ഇന്ന് പൽക്കാലം ഒരു മർമ്മം ഞാൻ പറയട്ടെ आज सुबह के समय एक गुप्त बात मैं आपसे കഴിഞ്ഞ कहता हूँ पिछले दिनों കമ്പൈൻ വർഷിപ്പ് കഴിഞ്ഞ പിന്നെ कंबाइन वर्शिप के बाद ഇന്ന് വരെയുള്ള आज तक का ആത്മീയ ജീവിതത്തിൽ आत्मिक जीवन में യേശുവിനെ മുറിപ്പെടുത്തുന്ന यीशु मसीह को अगर दर्द दिया हुआ യേശുവിനെ ഉപദ്രവിക്കുന്ന अगर यीशु मसीह को पीड़ना दिया ചിന്താ हुआ മണ്ഡലങ്ങളിൽ കൂടി आपके मन और सोच विचारों में से കടന്നുപോയ പാപത്തിന്റെ ചിന്തകൾ उसमें से जाने वाले पाप की जो विचारधारा പാപത്തിന്റെ ചിന്തകൾ पाप की जो विचारधारा है അശുദ്ധമായ ചിന്തകൾ जो आपके अपवित्र जो आप ജീവിത വിശുദ്ധിക്ക് ചേരാത്ത ചിന്തകൾ और परमेश्वर की पवित्र जीवन के खिलाफ जो है പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ചിന്തകൾ पवित्र आत्मा को दुखित करने वाले जो चिंताएं हैं പകൽക്കാലം വിശ്വാസ സമൂഹമേ आज सुबह के समय हे विश्वासी ഒരു കാര്യം लोगों ഞാൻ പറയട്ടെ एक बात मैं आपसे कहना चाहूंगा പകൽക്കാലം എത്ര പേർ പ്രാർത്ഥിക്കും आज सुबह के समय कितने लोग प्रार्थना करेंगे വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി कि दर्द का मार्ग क्या मेरे अंदर है വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി कि दर्द का क्या मार्ग मेरे जीवन में है ശാശ്വത മാർഗത്തിൽ उसको एक चौड़ा मार्ग में എന്നെ നടത്തണമേ परमेश्वर मेरे को आप ले चले പൗലോസ് യേശുവിനെ पौलुस यीशु मसीह को അവൻ പ്രവൃത്തിയിലൂടെ अपने कामों के द्वारा ഉപദ്രവിച്ചെങ്കിൽ अगर उसने उपद्रव किया രക്ഷിക്കപ്പെട്ട जब उद्धार किया പരിശുദ്ധാത്മാവ് जिसने पवित्र आत्मा को വ്യക്തമായി പറയുക इस सही से पवित्र आत्मा कहता है कि उद्धार पाए हुए സ്നാനപ്പെട്ട जिसने बपतिस्मा प्राप्त किया है കർത്തൃമേശ എടുക്കുന്ന जो प्रभु का मेज में भागीदारी വിശ്വാസ लेते हैं, സമൂഹമേ विश्वास के साथ जीने वाले लोगों ചിന്തയിലൂടെ आपके चिंता से പ്രവൃത്തിയിലൂടെ आपके कर्मों से ആരാധന മുടക്കുന്നതിലൂടെ आपके आराधना में भागी ना होने പ്രാർത്ഥനാ देने ജീവിതം वाला മുടക്കിയത് മൂലം प्रार्थना जीवन को हटाने वाला ദൈവവചനം വായിക്കാതെ और परमेश्वर के वचन को ना पढ़ते സഹോദരനെ हुए സ്നേഹിക്കാതെ अपने भाई से प्रेम ना करते കൂട്ടാരെ हुए ബഹുമാനിക്കാതെ और अपने सहकर्मी को जो आदर ना करते हुए उपवास ना लेते हुए പ്രാർത്ഥിക്കാതെ प्रार्थना ना करते हुए തിരുമേശ എടുക്കാതെ और प्रभु का मेज में भागी ना लेते हुए अगर कोई भी ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ यहाँ पे बैठा है तो ഇന്ന് പൽക്കാലം കർത്താവിനോട് പറയാം आज सुबह के समय परमेश्वर से कहें റിയലി परमेश्वर I am submitting in front of you आपके सामने अपने आप को मैं समर्पित करता हूँ കർത്താവേ അങ്ങയുടെ മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു परमेश्वर आपके सामने मैं अपने आप को समर्पित എത്ര करता हूँ വാർത്തോട് കൈവച്ചെന്ന് പറയും कितने ही लोग अपने दिल में हाथ रख के इस बात को कहेंगे 139 സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ 139 वचन संहिता लिखने वाला यूं कहता है വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി कि परमेश्वर दर्द का मार्ग अगर मेरे जीवन में है ശാശ്വത മാർഗത്തിൽ और उसको एक चौड़े मार्ग में എന്നെ നടത്തണമേ मेरे को उसमें उस राह से ले चल ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ परमेश्वर के नाम में जो ഈ छुटकारा है നാളുകളിൽ ദൈവസഭയിൽ ഉണ്ടാകട്ടെ इन दिनों में परमेश्वर की कलीसिया में होने पाए നടക്കട്ടെ पवित्र लोगों के बीच
बीच में वो होने पाए ഓരോ തലമുറകളുടെ ജീവിതത്തിൽ നടക്കട്ടെ. और एक एक बच्चों के जीवन में वो होने യേശുവിൽ पाए. ചേരാത്ത, मसीह यीशु को जो भावना देता हो, വിശുദ്ധ ഗ്രന്ഥത്തിന് ചേരാത്ത, पवित्र शास्त्र को जो भावना देता हो, വിശുദ്ധിക്ക് ചേരാത്ത, पवित्रताई को भावना देता हो, നിർമ്മലമല്ലാത്ത ചിന്തകൾ, और जो ऐसी विचारधाराएं हैं जो निर्मल नहीं മലിനവും है, ശുദ്ധവും എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ജീവിത മണ്ഡലങ്ങൾ, और ऐसे जीवन शैली जिसमें पवित्र क्या है अपवित्र क्या है उस बात का बोध ना हो, ऐसी विचारधाराएं, അതിലൂടെല്ലാം യേശുവിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. उन सभी से आप परमेश्वर की पीड़ना करते हैं. മാറത്തടിച്ചുകൊണ്ട് പറയണം, കരുണാസമ്പന്നനായ എന്റെ ദൈവം, लेकिन दिल के करीब आप हाथ रख कह सकते हो कि करुणामय मेरा परमेश्वर, കൃപാലുവായ എന്റെ ദൈവം. और मेरा परमेश्वर जो कृपा में धनी है. എനിക്ക് ഷുഗർ ഉണ്ട്, मेरे को शुगर है, എനിക്ക് പ്രഷർ ഉണ്ട്, मेरे को प्रेशर है, എനിക്ക് എല്ലാം ഉണ്ട്. मेरे को सब कुछ है. ഇന്ന് തൽക്കാലം പറയണം, എന്റെ കാര്യമല്ല പറഞ്ഞത്. मैं मेरी बात नहीं कह रहा, लेकिन आपको अपने बारे में कहना है कि मेरे हड्डियों में जान डालने वाला ഉറപ്പിക്കുന്ന, और मेरे नसों में जान भरने वाला ബലപ്പെടുത്തുന്ന, और मेरे मांस को शक्ति देने वाला, ശക്തി നൽകുന്ന, मेरे को आत्मा में शक्ति देने वाला, ആദർശ മണ്ഡലത്തിൽ, एक अदृश्य श्रेणी में, ആത്മീയ മണ്ഡലത്തിൽ एक आत्मिक श्रेणी में പ്രവർത്തിക്കുന്ന ദൈവശക്തി और व्यापित होने वाली परमेश्वर की सामर्थ, ബലവാനാക്കുന്നു, वो मुझे बलवंत करता है, അതിനെ ശക്തീകരിക്കുന്നു, वो मुझे शक्तिशाली बनाता है, ഉറപ്പ് നൽകുന്നു. वो मुझे दृढ़ देता है. അവൻ ആരാണ്? वो कौन है? അവൻ എന്റെ ജയാളിയായ കർത്താവ്, वो मेरा जयाली परमेश्वर है, മരണത്തെ ജയിച്ച കർത്താവ്, जिसने मृत्यु के ऊपर जय पाया है, പിശാചിന്റെ തലയെ തകർത്ത കർത്താവ്, जिसने शैतान के सर को कुचला है അന്ധകാരത്തിന്റെ കെട്ടുകളെ തകർത്ത കർത്താവ്, और अंधकार के सामर्थ को जिसने तोड़ दिया है, और उस मसीह के साथ, എനിക്ക് ജയമുണ്ട്, उस मसीह के द्वारा मुझे जय है, ഉണ്ട്, मुझे छुटकारा है, ശക്തിയുണ്ട്, मुझे सामर्थ्य है, ആരാധനയുണ്ട്, मेरे आराधना है. എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने ही लोग इस बात से खुश हैं. താങ്ക് യു മാസ്റ്റർ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സൂര്യനെ വെല്ലുന്ന വെളിച്ചം, जो सूरज को चुनौती दे दे ऐसी एक रोशनी. കർത്താവേ, हे परमेश्वर, ഹല്ലേലൂയ, നീ ആരാണ്? आप कौन हैं? അങ്ങാരാ? आप कौन हैं? അതേ സമയം उसी वक्त അടുത്ത വിളി दूसरा एक पुकार അനന്യാസിന്റെ ഭവനത്തിലും, अनन्यास के घराने के अंदर. സ്വത്രം आमीन. താഴെ വീണവൻ, जो नीचे गिरा, കണ്ണു കാണാതെ जो अंधा हो गया, സഹായത്തോടുകൂടി वो दूसरों के मदद के साथ അവിടെ നേരത്തെ ക്രമീകരിക്കപ്പെട്ട उधर से पहले ही जहां पे उसका प्रबंध किया गया, ഒരുപക്ഷെ സത്രമായിരിക്കാം, സത്രം, ഇൻ हो सकता है कि वो एक सराया हो, ഏതായാലും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നേർവീതി, और परमेश्वर के वचन में लिखा गया है कि वो एक जगह था യൂദയുടെ ഭവനത്തിൽ कि यूदा के घर में പോയി वो उधर गया അവിടെ കൊണ്ടുവന്നാക്കി, और वहां पे उसको रखा गया, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക. ഇപ്പം और वहां पे वो अभी प्रार्थना कर रहा കണ്ണു है, കാണുന്നില്ല കേട്ടോ. उसको दिख नहीं रहा है. രണ്ടു കാര്യം അതിന്റെ പിന്നിലുണ്ട്, दो चीजें हैं उसके സോറി, पीछे, മൂന്ന് കാര്യം അതിന്റെ പിന്നിലുണ്ട്. उसके पीछे तीन चीजें हैं. ഒന്ന്, एक, കൂർത്തമൂർത്ത കല്ലുകൾ ശരീരത്ത് പതിക്കുമ്പോഴും സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച സ്തെഫാനോസിന്റെ പ്രാർത്ഥന. सबसे पहले कि जब पथराव हो रहा था और उसके हड्डियों में जब पत्थर चुभ रहा था तो ऊपर देख के प्रार्थना करने वाला स्तेफानोस की प्रार्थना, ചെന്നായെ പോലെ एक भेड़िए के समान, പീഡകനായി एक बहुत ही ज्यादा दर्द के साथ, ക്രിസ്തുമാർഗത്തെ മുടിപ്പിക്കുവാൻ और मसीही लोगों को दर्द देने के लिए ഡമസ്കോസിലേക്ക് പാഞ്ഞു ചെന്ന, जो दमस्कस के फाटक में दौड़ कर गया, കുഞ്ഞാടാക്കി മാറ്റിയ യേശുവിന്റെ ദർശനം, और उस भेड़िए को एक मेमना बनाया हुआ मसीह यीशु का दर्शन. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, आज सुबह का समय पवित्र आत्मा व्यक्त रीति से कहती है നിങ്ങൾ പാർക്കുന്ന ഭവനത്തിന് ചുറ്റും कि आप जहां रहते हैं उस भवन के चारों ओर, പ്രാർത്ഥിക്കുന്നതിനെ ഒടുക്കിക്കളയുവാൻ, आप जो प्रार्थना करते हो आपको तोड़ने के പ്രാർത്ഥിക്കുന്നവരുടെ लिए, ശുശ്രൂഷയെ ഒടുക്കിക്കളയുവാൻ प्रार्थना करने वाले सेवकाई को ചെന്നായെ तोड़ने പോലെ के लिए, പാഞ്ഞു വരുന്ന ചില ജീവിതങ്ങളുണ്ട്. बहुत सारे लोग हैं जो भेड़िए के समान आपके खिलाफ आने वाले हैं. കേസൊന്നും കൊടുക്കാൻ പോകണ്ട. केस वगैरह करने के लिए ना जाए. ദൈവമോ തന്നോട് നിലവിളിക്കുന്ന परमेश्वर जो उससे पुकारते हैं ഭൃതന്മാരുടെ കാര്യത്തിൽ और उसके लोगों के कार्य में, ദീർഘക്ഷമയുള്ളവനാകിയാലും क्योंकि वो अति दयालु है, അവൻ इसलिए പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. वो प्रतिक्रिया को कर उद्धार करने ഒരു वाला നല്ല है. ന്യായാധിപൻ, वो एक अच्छा न्याय है, ഒരു നല്ല ന്യായാധിപൻ, वो एक अच्छा न्यायी है, നല്ല ന്യായാധിപൻ वो एक अच्छा न्यायी है, സ്വർഗത്തിലുണ്ട്, क्योंकि वो हमारे लिए स्वर्ग में है, സ്വർഗത്തിലുണ്ട്. क्योंकि वो हमारे लिए स्वर्ग में है. ന്യായമായി ചെയ്യേണ്ടത്
വലത്തുഭാഗത്ത് वो तेरे साथी दाई और 1000 പേരും 1000 लोग आ जाए നിന്റെ വലത്തുവശത്ത് और तेरे उल्टे दाएं 10,000 പേരും വീഴും. अगर 10,000 लोग भी गिर जाए लेकिन അത് നിന്നോട് वो लोग तेरे खिलाफ ആരോട് किसके खिलाफ പ്രാർത്ഥിക്കുന്ന നിന്റെ അടുത്ത് जो प्रार्थना करते हो ഉപവസിക്കുന്ന നിന്നോട് और जो आज से जो घुटने हैं ഉപവസിക്കുന്ന നിന്നോട് जो आज जो उपवास करते हैं അടുത്ത് വരികയില്ല. वो आपके करीब नहीं आएगा. അവർ വിശ്വസിക്കും. कितने लोग इसको विश्वास करते हैं ഉറപ്പ് പ്രാപിക്കും. कितने लोग इस बात का निश्चय लेंगे അടുത്ത് വരികയില്ല. कि वो मेरे खिलाफ नहीं आएंगे എന്നോട് അടുത്ത് വരികയില്ല. वो मेरे सामने नहीं आ सकते हैं. ന്യായമായി एक न्याय के समान പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം मेरे लिए मेरा परमेश्वर खड़ा है. वो स्वर्ग में है. ഒന്ന് सबसे पहली बात അനന്യാസിന്റെ പ്രാർത്ഥന. अनन्यास की प्रार्थना. 2 दूसरा സ്തേഫാനോസിന്റെ പ്രാർത്ഥന. स्तेफानोस की प्रार्थना. 3 तीसरा ചെന്നായെ പോലെ വന്നവനെ കുഞ്ഞാടാക്കിയ ക്രിസ്തു ദർശനം. और जो भेड़िए के समान आया उसको मेमना बनाया हुआ मसीह का दर्शन. ഈ 3 കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ये तीनों उसके अंदर काम कर रहा है. അയ്യോ, ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കും. और उस भाग को मैं इस समान सोचता हूँ അനന്യാസിനെ കുറിച്ച് अनन्यास के बारे में. സമയം പോകുന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. प्रेरितों की किताब 9वें अध्याय में यूं लिखा है പാവം പിടിച്ച ഒരു ക്രിസ്തു ഭക്തനാ. कि वो देखो बहुत ही बेचारा बनकर अभी मसीह का भक्त बना है. മോനെ അനന്യാസേ हे अनन्यास. വിളിച്ചപ്പോഴേ കേട്ടു. वो बुलाहट को उसी वक्त उसने सुना. ഹലോ, हेलो, മൗനമായിരിക്കരുതേ. आप शांत ना रहे. കുഞ്ഞുങ്ങളെ, बच्चों ചിൽഡ്രൻ, बच्चों യു ഹാവ് ടു പ്രിപ്പയർ യുവർ ഇയർ. आपको अपने कानों को आपको तैयार करना है. ചെവിക്കായം എടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. और कान के अंदर के मैल को निकालने की बात नहीं कर रहा. വിളി കേൾക്കത്തക്കവണ്ണം आपको अगर पुकारे तो आपको पुकार सुनने जैसा. അവന്റെ ശബ്ദം കേൾക്കത്തക്കവണ്ണം കാതുകൾ ഒരുങ്ങിയിരിക്കണം. अगर परमेश्वर आपको बुलाए तो उस बुलाहट को समझने का तैयारी आपके कान के अंदर होना चाहिए. ഹലോ, हेलो, അനന്യാസേ, हे अनन्यास, നിന്നെ ഞാൻ ഒരു ദൗത്യത്തിന് വിടാൻ പോകുകയാ. मैं तेरे को एक काम के लिए नियुक्त कर रहा हूँ. ആരുടെ അടുത്തേക്കാണെന്നറിയാമോ? और किसके किसके पास जाना है पता നിന്റെ है പേര് क्या? അവന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. तेरा नाम भी उसके हिट लिस्ट में है. അനന്യാസിന്റെ പേരും ശൗലിന്റെ ലിസ്റ്റിലുണ്ട്. अनन्यास का नाम भी शौल के लिस्ट में लिखा था. അനന്യാസിന്റെ പേരും ശൗലിന്റെ ലിസ്റ്റിലുണ്ട്. और अनन्यास का नाम भी शौल के लिस्ट മോനെ में था. അനന്യാസേ, हे बेटा अनन्यास, നീ പുറപ്പെടേ. तू निकल पड़. കർത്താവേ, ഞാൻ എങ്ങനെ പോകും? हे परमेश्वर मैं कैसे जा അവൻ सकता हूँ? ആരാന്നറിയാമോ? आप जानते नहीं हो क्या वो അവൻ कौन है? ക്രൂരനാ. वो तो क्रूर है. അവൻ ഉപദ്രവകാരിയാ. वो तो उपद्रव करने वाला है. നീചനാ. वो तो नीच इंसान है. അവൻ സ്തോത്രം, അവൻ ക്രൂരമായി പീഡിപ്പിക്കുന്നവനാ. और वो तो दयहीन तौर पर वो पीड़ना देने वाला है. മോനെ, ഞാനാ നിന്നെ വിളിച്ചിരിക്കുന്നത്. परमेश्वर कहता है बेटा मैंने तेरे को बुलाया है. ഉത്തരേന്ത്യയുടെ മണ്ണിൽ കഷ്ടപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന ദൈവദാസന്മാരെ ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. और उत्तर भारत के जमीन में मिट्टी में परमेश्वर के लिए दर्द के साथ जो सेवकाई करते हैं उन सभी के लिए मेरा आदर है. എന്റെ അനിയനും ഉത്തരേന്ത്യയിലായതുകൊണ്ട് എനിക്ക് പറയാമല്ലോ. അവൻ ചോദിക്കും ഭാഷ എന്താ ഇങ്ങോട്ട് വരാത്തത്. ഞാൻ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം മിഷൻ ഫീൽഡിൽ പോകാറുണ്ട്. और मेरा भाई भी उत्तर भारत में ही सेवकाई करता है. मुझसे लोग पूछते हैं आप क्यों नहीं आते हो? മിക്കവാറും എന്റെ സൗകര്യം കൊണ്ടാണ് ഞാൻ പോകുന്നത്. और कई जगह पे भी जब हम लोग सेवकाई के लिए जाते हैं तो मेरे भाई के साथ मैं जाता हूँ. ആദ്യത്തെ പോക്കിൽ सबसे पहले जो ഏതാണ്ട് ഒരാഴ്ചയോളം ഔറംഗാബാദിൽ ഉണ്ടായിരുന്നു. तो औरंगाबाद के प्रदेश में करीबन 1 हफ्ता था. ഫുഡിന്റെ വ്യത്യാസത്തിൽ വയറ്റിൽ പല പ്രശ്നങ്ങൾ കോലാഹലങ്ങൾ ഉണ്ടാക്കി. और क्योंकि खाना जो है खाना जमा नहीं इसलिए पेट में बहुत तकलीफ हुई. എങ്കിലും കർത്താവ് സൗഖ്യമാക്കി. लेकिन परमेश्वर ने संभाला. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഡേവിഡ് പാസ്റ്ററിനോട് പറയായിരുന്നു, 5-6 വർഷം മുമ്പേ ഒരു കാക്ക തൂറിയ ഒരു അംബാസിഡർ കാറിൽ ഞാൻ ഞങ്ങളുടെ കോഴഞ്ചേരി വീട്ടിൽ നിന്നും തിരുവല്ലായിക്ക് പോയ വഴി. और मैं डेविड पासवान से मैं इस समान कह रहा था कि मेरे घर से तिरुवल्ला की तरफ एक एम्बेसडर में मैं गया था जिसके ऊपर बहुत सारे पक्षियों ने अपना छीन किया हुआ था. സാധനം എന്റെ മോള് പറയും ഡാഡിക്ക് ഈ കാറേ എന്നും വിളിക്കാനുള്ളൂ. और
कहने का तात्पर्य ये था क्योंकि मेरी बेटी कहती थी कि इसी गाड़ी को आपको बार बार बुलाना है क्या। ഈ അങ്കിളാണെങ്കിൽ ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരൻ, ഈ അങ്കിളാണെങ്കിൽ ഈ കാർ ഒന്ന് രാവിലെ തൂക്കത്തു പോലും ഇല്ല. और ये जो अंकल थे जो गाड़ी चलाते थे वो हमारे चर्च के मेंबर थे, वे कभी भी सुबह उस गाड़ी को साफ नहीं करते थे। മാനേജിംഗ് കൗൺസിലിൽ നിന്ന് വിളിച്ചിരുന്ന ഒരു മാനേജിംഗ് കൗൺസിലുണ്ട് 10:30 വരണമെന്ന്. और एक काउंसिल था, उधर जाना था, 10:30 बजे आना है इस समान कहा। പെട്ടെന്ന് പോയി ആ വഴി അറിയാവുന്നവർക്ക് അറിയാം, തിരുവല്ല നിക്കോൾസന്റെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ പുറകിലത്തെ ടയർ അങ്ങ് പഞ്ചറായി. और तिरुवल्ला में है इस जगह निकोल सेंटर स्कूल के पास, जब वो पहुंचा, लोगों को जिनको पता है उनको पता होगा, टायर फिर पंचर हो ഞാൻ गया। ഞങ്ങളുടെ സഹോദരനോട് പറഞ്ഞു ഞാൻ ഒരു ഓട്ടോ പിടിച്ച് അങ്ങ് പോകാം. പുള്ളി പറഞ്ഞു വേണ്ട, ഇപ്പം തന്നെ ടയർ മാറാവുന്നു. और मैंने उनसे कहा कि भाई कोई बात नहीं, मैं एक ऑटो पकड़ के चला जाता हूं। उन्होंने कहा नहीं नहीं, अभी सही कर देते हैं। ആ അരമണിക്കൂറിനുള്ളിൽ 60-ൽ പരം ദൈവദാസന്മാർ കോഴഞ്ചേരി തിരുവല്ല റൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളറ്റെ പാഞ്ഞു. और उसी वक्त बहुत सारे पासवान लोग जो है तिरुवल्ला की उसी जगह से करीबन 60 जितने लोग बुलेट में से उधर से गए। ചിലർക്ക് വിലവെടുപ്പുള്ള കാറുകൾ. और बहुत सारे पासवानों के पास कुछ के पास गाड़ियां थी। നല്ലത് തന്നെ, ഞാനൊന്നും വിമർശിക്കുകയല്ല. मैं अभी उस बात से बड़बड़ नहीं कर रहा പോയവരൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. और मैं कुड़कुड़ा नहीं रहा। जाए हुए लोग पीछे मुड़कर मुझे देख रहे थे। ചെറുപ്പക്കാരായ സഹോദരിമാരും ഉണ്ടായിരുന്നു ചില ദൈവദാസന്മാരുടെ പുറകില്. और कुछ पासवान के पीछे उनकी जो पत्नियां थी वो भी बैठी थी। ഞാൻ നോക്കിയതല്ല, എന്നെ ഇങ്ങോട്ട് നോക്കിയാ. और मैंने उनको नहीं देखा, वो मुझे देख रही थी। നോക്കണ്ട ഗതികേട് വന്ന്, കാരണം ഇരിപ്പിന്റെ ലക്ഷണം കണ്ടപ്പോൾ ഇത് അത്ര യോഗ്യമല്ലെന്ന് മനസ്സിലായി. और वो देखने का अर्थ ये था क्योंकि जिस समान बैठे थे എല്ലാത്തിനും യോഗ്യതയില്ലേ? हर एक चीज का एक मान मर्यादा रहता है। നോക്കിയപ്പോൾ പഴയ ഒരു വെള്ള ഉടുപ്പും പുറത്തൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പാസ്റ്റർ. और जब लोगों ने देखा तो इस समान देख रहे हैं कि सफेद ആര് പറയും ട്രാൻസ്ഫറിന്റെ സമയമാകുമ്പോ ആര് പറയും എനിക്ക് കുമ്മനാട്ടും പുല്ലാട്ടും തിരുവല്ലായും കോഴഞ്ചേരിയും ഒന്നും സഭ വേണ്ട, എന്റെ മക്കളൊക്കെ പഠിത്തം കഴിഞ്ഞ് വിദേശത്താ, ഞാൻ 3 വർഷം ഗുജറാത്തിലോട്ട് വരുമെന്ന് ആരെങ്കിലും പറയുമോ? और बहुत सारे लोग, कौन इस समान कहेगा कि मेरे को बड़े कलीसिया नहीं चाहिए, मुझे कोई और कलीसिया चाहिए, इस समान कौन पासवान कहेगा? ഞാൻ ബാബു പാസ്റ്ററിനോട് പറഞ്ഞു നിർബന്ധിച്ച് ചിലരെ വിടണമെന്ന്. और मैंने बाबू पासवान से कहा कि जबरदस्ती किसी को गुजरात के इस जगह पे भेजना है। ഗുജറാത്തി മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. केवल मैं गुजरात के बारे में नहीं कह रहा, लेकिन उत्तर भारत के बहुत अलग अलग प्रदेशों के बारे में भी कह रहा हूँ। പുല്ലാട്ട് കുമ്മനാട് കോഴഞ്ചേരി ഇങ്ങനെ കിടന്ന് കറങ്ങുക. उल्लाट कुम्भनाट कोड़ंजेरी इन सभी जगह पर चल रहा है। സ്നേഹിതന്മാരായ ഒത്തിരി ദൈവദാസന്മാരുണ്ടല്ലോ, അവരെന്നോട് ചോദിക്കും പാസ്റ്റർ എന്താ തിരുവല്ലായി വസ്തു വാങ്ങിക്കാത്തെ? और मेरे बहुत सारे मित्र पासवान लोग हैं जो मुझसे पूछते हैं कि आप तिरुवल्ला में जमीन क्यों नहीं खरीदते? ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചു വളർന്ന എന്റെ പെഴുവേലി വെള്ളമൊക്കെ കയറുന്ന രാത്രി പച്ചമാക്രിയൊക്കെ ഇരുന്ന് അലയ്ക്കുന്ന ആ സ്ഥലമായി എനിക്ക് നല്ലത്. और मैं कहता हूं कि जहां पे मैंने जन्म लिया है, जहां पे पानी भर जाता है, जहां पे रात को मेंढक टक टक करते हैं, वो जगह मेरे लिए काफी है। ക്ഷമിക്കണമേ, തിരുവല്ലയിൽ ആരെങ്കിലും വസ്തു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാനങ്ങ് പറഞ്ഞു പോയതാ. और किसी ने अगर तिरुवल्ला में जमीन खरीदा हो तो मैं उससे खेदित नहीं करना चाहता। തിരുവല്ല എന്ന പേരെങ്കിലും ഒത്തിരി അകത്തോട്ടൊക്കെ വഴി പോലും വഴി തെറ്റും, പിന്നെ പോകാതെ തിരിച്ചങ്ങ് പോയിക്കോളും ആൾക്കാർ. तिरुवल्ला नाम है, लेकिन वहां पे अगर आप घुसेंगे तो फिर रास्ता भटक कर लोग वापस चले जाते हैं। എന്റെ വിഷയം ഓടിച്ചു പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാ. मेरे विषय में मैं वापस आ रहा हूँ। പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയതിന്റെ പിന്നിൽ 3 ഘടകങ്ങൾ. पौलुस का रूपांतर करने में उसके पीछे के 3 बातें। സ്തെഫാനോസിന്റെ പ്രാർത്ഥന, स्तेफानोस की प्रार्थना, കർത്താവേ हे परमेश्वर ഈ പാപം അവരുടെ മേൽ നിർത്തരുതേ. ये जो पाप है ये इनके सिर ना ഉപദ്രവിക്കുന്നവനെ रखना। നോക്കി എത്ര പേർ പ്രാർത്ഥിക്കും? कितने ही लोग इस प्रार्थना को कर सकते हैं जो उपद्रव कर रहा है उसको देख के। ഉപദ്രവിക്കുന്നുവെങ്കിൽ മുട്ടുമടക്കി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. अगर पड़ोसी आपको उपद्रव कर रहा है तो घुटने അവന്റെ टेककर आपको उसके സ്വഭാവം लिए മാറുവാൻ प्रार्थना करना പ്രാർത്ഥിക്കണം. है। उसका स्वभाव बदलने के लिए प्रार्थना करना അവൻ है। ദൈവസ്നേഹിയായി മാറുവാൻ പ്രാർത്ഥിക്കണം. वो परमेश्वर का प्रेमी बन जाए, सावन प्रार्थना ക്രിസ്തു करना है। ഭക്തനായി മാറുവാൻ പ്രാർത്ഥിക്കണം. और वो मसीह का भक्त बन जाए, इसके लिए प्रार्थना करना है। കർത്താവ് നേരിട്ട് ശൗലിന് ദർശനം നൽകി. और परमेश्वर स्वयं उतरकर शाऊल को एक दर्शन देता है। എന്നിട്ട് ശൗലിന് നേരിട്ട് യേശു സുവിശേഷത്തിന്റെ ദീപശിഖ കൈമാറി. और यीशु जो है शाऊल को सुसमाचार प्रचार करने का दीप जो है उसके हाथ में देता है। ആ ദീപശിഖയാണ് പൗലോസ് നീറോയുടെ കിങ്കരന്മാർ അവന്റെ തല അറുത്തു മാറ്റുന്ന നിമിഷം വരെയും കാത്തു സൂക്ഷിച്ചത്. और वही दीप है, उस सुसमाचार का दीप, वो मशाल है जो पौलुस ने अपने आखिरी क्षण तक अपने हाथ में रखा। മൂന്നാമത്തെ ഘടകം പാപം പിടിച്ച ശിഷ്യനായ അനന്യാസിന്റെ പ്രാർത്ഥനയാണ്.
और तीसरा वो जो अनन्यास जो उसके लिए प्रार्थना किया। 9-ാം അധ്യായത്തിലുണ്ട്, ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല. 9वें अध्याय में है, मैं कलामों को पढ़ना नहीं चाहता। ഒരുപാട് കാര്യങ്ങൾ അനന്യാസ് അങ്ങോട്ട് പറഞ്ഞു. बहुत सारी बातें अनन्यास ने उस तरफ कहा, കർത്താവേ ഞാൻ എങ്ങനെ പോകും അവന്റെ അരികില്? कि हे परमेश्वर मैं किस समान उसके पास അവൻ जाऊंगा? ആരാണെന്ന് എല്ലാവർക്കും അറിയാം. आप क्या जानते नहीं? पूरा सब लोग जानते हैं वो कौन है। നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ സ്വഭാവം നമുക്ക് നല്ലവണ്ണം അറിയാം, പക്ഷെ രൂപാന്തരപ്പെടുത്തുന്നതിന്റെ പിന്നിലുള്ള ഘടകം യേശുവിന്റെ ശക്തിയാണ്. और हम लोग जानते हैं जिसके लिए हम प्रार्थना करते हैं उसका स्वभाव क्या है। കർത്താവേ, रूपांतर परमेश्वर करता है। കർത്താവേ ഞാൻ എങ്ങനെ ആ ശൗലിന്റെ അരികിൽ പോകും? कि हे परमेश्वर मैं उस सौल के करीब कैसे जाऊंगा। സമാനമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഇല്ലയോ? അവന്റെ അരികിൽ ഞാൻ എങ്ങനെ പോകും? और वैसे ही शायद हमारे जीवन में भी अवस्थाएं होंगी। ഞാൻ അവനോട് എങ്ങനെ സംസാരിക്കും? मैं उसके पास कैसे जाऊं, मैं उससे बात कैसे करूं। അവന്റെ ദോഷങ്ങളെല്ലാം നിരത്തി വെച്ചു അനന്യാസ്. और अनन्यास जो है उसके सारे जो जो दुष्गुण थे उस सभी बातों को उसने रख दिया। പക്ഷേ लेकिन യേശു പറഞ്ഞു, ആമീൻ, പുറപ്പെടുക, നീ പോക. मसीह यीशु कहता है कि तू निकल पड़, तू उस राह की ओर चल। ആ ആജ്ഞയുടെ മുൻപാകെ അനന്യാസ് ഏൽപ്പിച്ചു കൊടുത്തു. और उस आज्ञा के सामने अनन्यास अपने आप को समर्पित करता है അവൻ നേർവീതിയിൽ യൂദയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. और सीधा वो यूदा के घर की ओर जाता है। അവിടെ ചെന്നപ്പോൾ और वहां पे जब वो पहुंचता है, കണ്ണു കാണാതെയും आंख ना देखते हुए 3 ദിവസം ഭക്ഷണം കഴിക്കാതെയും और 3 दिन खाने को ना खाते हुए ക്ഷീണിച്ചിരിക്കുന്ന ശൗലിനെ കണ്ടു. एक थका हुआ शाऊल को वो देखता है। നിങ്ങൾ ആ രംഗം ഒന്ന് നോക്കിക്കേ. आप जरा अपने मन में इस बात को सोच कर देखें। ക്രിസ്തു ദർശനത്തിൽ मसीह यीशु का दर्शन को प्राप्त किया हुआ ദമസ്കോസിലോട്ട് അടുക്കുവാൻ അല്പസമയം കൂടെ ഉള്ളൂ. പക്ഷെ ക്രിസ്തു ദർശനത്തിൽ അവൻ മാനുഷ്യമായി പിടിച്ചു വെച്ചിരുന്ന ദൗത്യമടങ്ങിയ അവൻ വലിയതെന്ന് കരുതിയതെല്ലാം അവന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. दमस्कस के फाटक पे जब वो पहुंचा तो मसीह यीशु के दर्शन के सामने उसने जो सोचा था कि यही नियम का बहुत बड़ा सामर्थ्य है, उसके हाथ में जो रखा हुआ था वो सारा उसके हाथ से गिर गया। ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ അവിടെ നിന്ന് പറയുക. उस जगह से आज सुबह के समय में आपको एक संदेश देता हूं। മാനുഷ്യമായി വലിയതെന്ന് വിചാരിച്ച് പിടിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. मानुषिक तौर पर आप सोचते हो कि ये तो बहुत ही बड़ी चीज है मेरे लिए। വിട്ടുകൊടുക്കാത്ത ചില കാര്യങ്ങളുണ്ട്. बहुत सारी बातें हैं जो छोड़ने के लिए आप तैयार नहीं है। ഞാൻ പിടിച്ചതാണ് വലുതെന്ന് പറഞ്ഞ് മുൻപോട്ട് നീങ്ങുന്ന ജീവിതങ്ങളുണ്ട്. मैं जो पकड़ा है, मैंने जो हासिल किया है वो बड़ा है, वो महान है कर कर चलने वाले लोग हैं। എന്റെ കയ്യിലിരിക്കുന്നതാണ് വലുതെന്ന് ഭാവിക്കുന്നവരുണ്ട്. और मेरे हाथ में जो है वो बड़ा है, इस समान का भाव रखने वाले लोग പക്ഷേ हैं। ശക്തനായ लेकिन सामर्थी ആമേൻ യേശുവിന്റെ നാമത്തിൽ, मसीह यीशु के नाम से, ആമേൻ യേശുവിന്റെ ആമേൻ ദർശനത്തിൽ, मसीह यीशु के दर्शन में, അവന്റെ നോട്ടത്തിൽ, उसकी एक नजर में, യേശുവിന്റെ സംസാരത്തിൽ, मसीह यीशु के साथ के बातचीत में ചെന്നായെ പോലെ വന്നവനെ जो भेड़िए के समान आया, ആമേൻ കുഞ്ഞാടാക്കി മാറ്റി. उसको मेमने के समान बदल दिया। ഇന്ന് പകൽക്കാലം आज सुबह के समय കുടുംബ ശ്രേഷ്ഠതയാണ്, आपकी जो आपका कुल है, कुल ജോലിയാണ്, मेरी नौकरी बड़ी है करके, ഭാര്യയുടെ സൗന്ദര്യമാണ്, मेरी पत्नी की जो सुंदरता है वो बड़ी है ഭർത്താവിന്റെ करके, ജോലിയുടെ പൊസിഷനാണ്, मेरे पति के नौकरी का पद को लेकर, സമ്പത്താണ്, मेरी संपत्ति है करके, കുഞ്ഞുങ്ങളുടെ ഡിഗ്രിയാണ്, मेरे बच्चों की डिग्री बड़ी है करके, വലുതെന്ന് പിടിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ अगर हाथ में ऐसा कुछ भी पकड़ के रखा है तो വ്യക്തമായ व्यक्ति रीति से ക്രിസ്തു ദർശനത്തിൽ मसीह यीशु के दर्शन के सामने അകലും ചാമ്പലാവും, वो सभी राख हो जाएगा, അകലും ചാമ്പലാവും. वो सभी राख हो जाएगा। യേശുവാണ് വലിയവൻ, मसीह यीशु ही महान है, യേശുവാണ് വലിയവൻ, मसीह यीशु ही महान है, യേശുവാണ് വലിയവൻ, मसीह यीशु ही बड़ा है, യേശുവാണ് വലിയവൻ, मसीह यीशु ही महान है, യേശുവാണ് വലിയവൻ. मसीह यीशु ही महान है, വീണ്ടെടുപ്പുകാരനാണ് വലിയവൻ, मेरे को मोल लेने वाला महान है, ശക്തിയാണ് വലുത്, उसका सामर्थ्य महान है, ബലമാണ് വലുത്, उसका सामर्थ्य बड़ा है, ആലോചനയാണ് വലുത്, और उसी की अगुवाई बड़ी है, ദർശനമാണ് വലുത്. उसका दर्शन जो है वो बड़ा है, അതാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. वही है जो बदलाव को लेके आता है। ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാണെങ്കിലും
अगर उद्धार प्राप्त किया बपतिस्मा लिया तो भी बहुत सारी बातें हैं जो घमंड के साथ हाथ में पकड़ा है, वो सभी जलकर राख हो जाएगा। वो नहीं है बड़ा, वो नहीं है बड़ा। जो भूमि में है वो बड़ा नहीं है। जो भूमि में कुछ भी है सब वो है। जो एक ऊंचाई में है, एक स्वर्ग में कुछ है, एक स्वर्ग में कुछ तो है। उसकी तरफ अपने आंखों को ले जाए, स्वर्ग की तरफ अपने आंखों को ले जाए, स्वर्ग का दर्शन करें। हालेलुया, 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 हालेलुया। ശലോമോൻ ഭയങ്കര ജ്ഞാനിയായിരുന്നു. सुलेमान बहुत ही ज्यादा ज्ञानी था, പക്ഷെ അവൻ പറയുക, लेकिन वो कहता है, അയ്യോ ഈ ഭൂമിയിലുള്ളതെല്ലാം മായയാ. वो आखिर में कहता है कि सब कुछ मोह माया है, എന്നാൽ മായയല്ലാത്ത ഒന്നുണ്ട്. लेकिन माया जो नहीं है वैसी एक चीज है। സ്വർഗ്ഗം മായയിൽ അല്ലാത്തതാ. जो स्वर्ग जो है वो मोह माया नहीं है, അത് യാഥാർത്ഥ്യമാ. वो सच्चाई है। ദൈവം യാഥാർത്ഥ്യമാ. परमेश्वर सच्चा है, രക്ഷ യാഥാർത്ഥ്യമാ. उद्धार जो है वो सच्चाई है, സ്നാനം യാഥാർത്ഥ്യമാ. बपतिस्मा वो सच्चाई है, കർത്തൃമേശ യാഥാർത്ഥ്യമാ. परमेश्वर के मेज जो है वो सच्चाई है, യാഥാർത്ഥ്യമാ. उद्धार जो है वो सच्चाई है, വിശുദ്ധ ജീവിതം യാഥാർത്ഥ്യമാ. पवित्र जीवन वो सच्चाई है, മരണം യാഥാർത്ഥ്യമാ. मृत्यु एक सच्चाई है, മരണം കഴിഞ്ഞൊരു ജീവിതം യാഥാർത്ഥ്യമാ. मृत्यु के बाद का जीवन वो एक सच्चाई है, യാഥാർത്ഥ്യമാ. अनंत काल का जीवन एक सच्चाई है, ക്രിസ്തുവിനോടുള്ള വാസം യാഥാർത്ഥ്യമാ. मसीह यीशु के साथ का निवास सच्चाई है, യാഥാർത്ഥ്യമാ. अरे वापस जी उठना एक सच्चाई है, കർത്താവ് മടങ്ങി വരും യാഥാർത്ഥ്യമാ. परमेश्वर वापस आएगा सच्चाई है। ഹല്ലേലൂയ. हालेलुया। അനന്യാസേ, हे अनन्यास, പോകാ നീ അങ്ങോട്ട്. निकल पड़। എവിടോട്ട്? ആ വീട്ടിലോട്ട്. किस जगह की ओर? उस घर की ओर। സ്തോത്രം. ഞാൻ ആ ഭാഗം ചിന്തിക്കുക ഇപ്രകാരം. मैं उस भाग को इस समान सोचता हूँ, തർസോസിലെ तरसोस की जगह, ബാല്യകാലം. उसका जो बचपन സ്തോത്രം. ഗമാലിയലിന്റെ കാൽക്കീഴിൽ ഇരുന്ന് പഠിച്ച കാലം. और गमालियल के साथ जो पढ़ा हुआ वो समय, ക്രൂരമായ പീഡകൾ യെരൂശലേമിൽ അഴിച്ചുവിട്ട സമയം. और जो यरूशलेम में जो उसने पीड़ित लोगों को पीड़ना दिया, തീവ്രമായ മതവികാരങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ, और धर्म के नाम पर बहुत कुछ जो अन्याय के काम उसने करे, ഇതെല്ലാം ഓർത്തുകൊണ്ട് നേർവീതിയിൽ യൂദയുടെ ഭവനത്തിൽ അതോർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ശൗൽ. और ये सभी बातों को सोचते हुए अपने मन में रखते हुए प्रार्थना करने वाला एक शाऊल, അവൻ പ്രാർത്ഥിക്കുക, वो इस समान प्रार्थना करता है, അവൻ പ്രാർത്ഥിക്കുക. वो इस समान प्रार्थना करता है ചിലരുടെ ജീവിതത്തിൽ कि कुछ लोगों के जीवन में പ്രാർത്ഥന വരണമെങ്കിൽ अगर प्रार्थना आना है കർത്താവ് ഒന്ന് തൊടണം. तो परमेश्वर का छूना जरूरी है। ഹലോ, പ്രാർത്ഥനാ ജീവിതം മുടക്കിയെങ്കിൽ അതൊന്നും മടങ്ങി വരുവാൻ വേണ്ടി കൊല്ലാനല്ല. अगर प्रार्थना जीवन अगर आपसे नष्ट हो जाए तो उसको वापस आना जो है आपको मारने के लिए नहीं है, आपको നിന്നെ आपके जीवन അടിച്ചു में रखना है। കൊല്ലുവാനല്ല. നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, आपको मार कर नष्ट करने के लिए नहीं है आपके जीवन में आने वाला कष्ट, നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, क्योंकि आपसे प्रेम करता है ജീവൻ परमेश्वर। തന്ന കർത്താവ് जिस परमेश्वर ने आपको जीवन दिया, നിന്നെ കറക്റ്റ് ചെയ്ത്, आपको सुधार कर, നിന്നെ മടക്കി വരുത്തി, आपको वापस ले आकर, നിനക്കൊരു പുതിയ ജീവിതം തന്ന്, आपको एक नया जीवन देकर, നിന്നെ ഭക്തനാക്കുവാൻ, आपको भक्त बनाने के लिए, ആണ് നിന്റെ ജീവിതത്തിലെ ശോധന. आपको इसलिए ही आपके जीवन में आपको कष्ट देता है परमेश्वर, നിന്നെ തകർക്കുവാനോ, आपको तोड़ने के लिए, സാമുഖത്തിൽ എഴുതിയതുപോലെ നിന്നെ തകർക്കുവാനോ, और आपको तोड़ने के लिए, നിന്നെ മുടിക്കുവാനോ या फिर आपको नाश करने के लिए, അല്ല ഈ വേദന. उसके लिए नहीं है ये वेदना, നിന്നെ പണിതെടുത്ത്, लेकिन आपको बनाकर നിന്നെ പുതുതാക്കി, और आपको नया बनाकर ജാതികളുടെ അപ്പോസ്തലനാക്കി മാറ്റുവാൻ, लोगों के लिए एक प्रेरित बनाने के लिए, അനേകർക്ക് ആശ്വാസമാക്കി മാറ്റുവാൻ बहुत सारे लोगों को एक सांत्वना देने के ദൈവം लिए ഇന്ന് പൽക്കാലം ആലോചിക്കുക. परमेश्वर आज सुबह के समय आपके लिए എത്ര खड़ा है। പേർ ഇന്ന് പൽക്കാലം സമർപ്പിക്കും? कितने लोग आज सुबह के समय उसके लिए समर्पित करेंगे? ഹല്ലേലൂയ. മനസ്സു നിറയെ मन भर कर, പുകയുന്ന പകയാ. जो जो एक ईर्ष्या है या फिर एक कड़वापन है किसी के लिए, ശൗലിന്റെ മനസ്സിൽ वो सौल के मन के अंदर अभी वो हो रहा है, പുകയുന്ന പക. एक बहुत ही ज्यादा कड़वापन उसके अंदर है। അവരോട് ക്രിസ്തുഭക്തന്മാരോട് പീഡ ചെയ്യണം. और
किसके खिलाफ ये है? जो मसीह के चेले हैं उनके लिए। പക്ഷെ ക്രിസ്തു ദർശനത്താൽ മാനസാന്തരം വന്നു, लेकिन मसीह के दर्शन के बाद उसका मन फिराव होता है, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. प्रार्थना अभी वो कर रहा है। വാതിൽക്കൽ ഒരു മുട്ടൽ, अब दरवाजे पे एक खटखट सुनता है। വീട് നന്നായിട്ട് കർത്താവ് കാണിച്ചു കൊടുത്തു അനന്യാസിനെ. अनन्यास को परमेश्वर वो घर सही से बता कर देता है। ഓ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. उस भाग को जरा ध्यान दे। പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന जो प्रार्थना कर रहा था, ഒന്നായി വന്ന ശൗൽ, जो भेड़िए के समान जो शौल आया था, അനന്യാസ് എന്ന് വാതിൽ തുറന്നു. अनन्यास के लिए दरवाजा जब खुलता है, ആ പിക്ചർ നിങ്ങളുടെ ഉള്ളിലേട്ടൊന്ന് വരട്ടെ. और जरा उस जगह को अपने मन में आप जरा अपने भावना में उसको देखें പാവം പിടിച്ച ക്രിസ്തു ശിഷ്യനായ അനന്യാസ് कि अनन्यास जो उधर बेचारा बनकर एकदम ആ റൂമിലേക്ക് ചെന്ന്, ഹലോ, और उस रूम में जाने के बाद, हेलो, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? क्या आप मुझे ध्यान दे रहे हैं? ശൗലേ, वो पूछता है, हे शौल, സഹോദര. मेरे भाई। ഓ ഭാഗമൊക്കെ ഇരിക്കുമ്പോൾ और उस बात को जरा आप ഞാൻ അറിയാതെ കരയാറുണ്ട്. मैं कभी कभार सोच कर उसके लिए मैं फिर मैं रोता हूं। അനന്യാസിനെ വരെ പിടിച്ചു കെട്ടാൻ വന്നവന്റെ റൂമിലേക്ക് ചെന്ന് വിളിക്കുക, സോൾ മൈ ഡിയർ ബ്രദർ. और जो शौल जो उसको पीड़ना करने आने वाला था, उस शौल के पास जाकर वो कहता है, सौल मेरे भाई। അതാണ് യഥാർത്ഥ ശിഷ്യന്റെ യോഗ്യത. वही है एक असली शिष्य की पहचान। പിടിച്ചു കെട്ടാൻ വന്നവന്റെ റൂമിലേക്ക് ചെന്ന് വിളിക്കുക, സഹോദര നീ കാഴ്ച പ്രാപിക്കുക. जो आया था कि उसको पकड़वा कर उसको पीड़ना दे, उसी के घर जाकर वो कहता है कि मेरे भाई तू दृष्टि को प्राप्त कर। പീഡനം അഴിച്ചുവിടാൻ വന്നവനെ നോക്കി വിളിക്കുക, സഹോദര നീ കാഴ്ച പ്രാപിക്കുക. और जो पीड़ित करने आया हुआ था, उसी के पास जाकर वो कहता है कि हे भाई കുരുടന്മാരായി, കുരുടന്മാരായി. और जो अंधे जो थे, ഈ ലോകത്തിന്റെ പ്രഭു, इस संसार का प्रभु, കാഴ്ച നഷ്ടപ്പെടുത്തി जो अंधा बनाते हुए ഇരുട്ടിൽ തപ്പി നടക്കുന്ന और अंधेरों में इधर उधर छूकर चलने वाले അനേകർ നമ്മുടെ മധ്യയുണ്ട്. ऐसे बहुत सारे लोग हमारे बीच में हैं। ഇന്ന് പകൽക്കാലം आज सुबह के समय അവരെ നോക്കി ഒന്ന് പറയുമോ, उनको देख कर क्या आप कह सकते हैं, സഹോദര, हे मेरे भाई, സഹോദരി, हे मेरी बहन, നീ കാഴ്ച പ്രാപിക്കുക. तू दृष्टि को प्राप्त कर। കാഴ്ച ആവശ്യമുള്ള और जिसको दृष्टि जरूरी है, അനേകർ നമ്മുടെ കുടുംബത്തിലുണ്ട്, बहुत सारे लोग हमारे परिवार में हैं, നമ്മുടെ കൂടെയുണ്ട്, हमारे साथ हैं, നമ്മുടെ അയൽവാസികളായിട്ടുണ്ട്. हमारे पड़ोसी बनकर हैं। എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നമ്മൾ. कितने लोगों के लिए हम प्रार्थना कर सकते हैं കാഴ്ച ആവശ്യമുള്ളവർ, कि जिनको दृष्टि जरूरी है, പ്രമാണിക്കേണ്ടവർ, कि जो नियम का पालन करना है, യേശുവിനെ കാണേണ്ടവർ, जिनको परमेश्वर को देखना है, അനേകർ. ऐसे बहुत सारे लोग हैं। അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. उनके लिए आप प्रार्थना करें। എന്റെ സമയം തീരുകയാണ്. मेरा समय यहाँ पे समाप्त हो रहा है। ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് പൗലോസ് മാമർട്ടൻ തടരിൽ വെച്ച് നടത്തിയത്. और विश्वास की एक उल्लेख, एक घोषणा उधर कोठरी में बैठकर वो करता है। 3 വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടെ. പക്ഷേ 5 മിനിറ്റ് കൂടെ, 2 മിനിറ്റ് അല്ലേ? ഓക്കെ, അതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുക. और मैं जल्दी से इस बात को कहूंगा। ഈ ട്രാൻസ്ലേഷൻ ഉള്ളതുകൊണ്ട് ആ സമയം പോകുന്നേ. സ്തോത്രം പറഞ്ഞു, കുഴപ്പമില്ല. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രഖ്യാപനം, सबसे पहला जो घोषणा, വായിച്ച വാക്യം കേട്ടല്ലോ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, कि मैंने जिस पर विश्वास किया है, എനിക്ക് നന്നായിട്ട് അറിയാം. मैं उसको सही से जानता हूँ। ആ നന്നായിട്ട് അറിഞ്ഞ പൗലോസ് और जिस जाना हुआ जो पौलुस മുങ്ങി താണുകൊണ്ടിരിക്കുന്ന 276 യാത്രക്കാരുള്ള കപ്പലിൽ നിന്നുകൊണ്ട്, और करीबन 270 जो जहाज में जो ऊपर और नीचे चलने वाले जहाज के ऊपर, അർദ്ധരാത്രിയിൽ വിളിച്ചു പറയുക, एक जो रात को ही वो कहता है നിങ്ങൾ ആരും പേടിക്കണ്ട, कि आप में से कोई भी डरना नहीं। ഞാൻ സേവിക്കുന്ന ഒരു ദൈവം, मैं जिस परमेश्वर की सेवा करता हूँ, അവന്റെ ദൂതൻ, उसका जो स्वर्गदूत, കപ്പൽ തകർന്നെങ്കിലും अगर जहाज टूट जाए तो ദൂതൻ എന്റെ അരികിലേക്ക് വന്നു, जो स्वर्गदूत है वो मेरे करीब आया എന്നോട് പറഞ്ഞു. और मुझसे कहा, ആരോടാ പറഞ്ഞത്? किससे कहा? ആരോടാ പറഞ്ഞത്? किससे कहा? ക്രിസ്തു ദർശനം മനസ്സിലാക്കിയ പൗലോസിനോട് അവൻ കപ്പലിൽ താണുകൊണ്ടിരിക്കുന്ന പടയാളി സ്വത്രം അവൻ തടവുകാരുടെ മധ്യത്തിൽ വിളിച്ചു പറയാ, നിങ്ങൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ആർക്കും
जिसने मसीह का दर्शन को प्राप्त किया वो इस समान उस टूटे हुए जहाज के सामने कहता है कि किसी को भी जान की हानि नहीं आएगी। ഒത്തിരി കാറ്റടിച്ചു, बहुत सारी हवाएं आई ഈശാനം മൂലം അടിച്ചു, और बहुत सारे കൊടുങ്കാറ്റടിച്ചു. आंधी तूफान आए, പക്ഷെ അവരുടെ മധ്യ വിളിച്ചു പറയുക, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. लेकिन उनके बीच में वो कहता है कि मैंने जिस पर विश्वास किया है നിങ്ങൾ ഭയപ്പെടേണ്ട. आप डरना नहीं। നമ്പർ 2, दूसरी बात, അവൻ ഫിലിപ്പിയിൽ വെച്ച് फिलिपिया की जगह पे പെൺകുട്ടിയെ സൗഖ്യമാക്കിയതിന്റെ പേരിൽ और क्योंकि उसने एक बेटी को उसने चंगा दिया ആ इसीलिए ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. उस इतिहास को आप जानते हो। പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ജയിലിൽ അടച്ചു. पौलुस और शीलास को कोठरी के अंदर बंद कर അന്ന് दिया രാത്രി പാടി, और उस रात को वो गीत गाते അന്ന് രാത്രി हैं, പ്രാർത്ഥിച്ചു. उस रात को वो प्रार्थना करते हैं തടവറ കിളിങ്ങി കുലുങ്ങി. और काल कोठरी जो है वो पूरा हिल जाता है ആരാധന പ്രമാണി ചാടി എഴുന്നേറ്റു. और उधर का जो न्याय है वो उठ ഒരു खड़ा होता കുടുംബം है രക്ഷിക്കപ്പെട്ടു. और उधर का सेनापति और ഞാൻ ആരെ परिवार വിശ്വസിച്ചിരിക്കുന്നു, करता है। ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, मैंने जिस पर विश्वास किया है അവനെ ഞാൻ കാരാഗൃഹത്തിൽ വെച്ച് കണ്ടു. उसको मैंने कोठरी के अंदर देखा ബർബരനാട് മുൻപാകെ और बरबरन के लोगों के सामने ചത്തു വീഴുവാൻ നോക്കി നിൽക്കുന്ന और जो जब वो गिर जाए इस समान लोग जब उसकी इंतजार कर रहे थे कि मरकर अभी गिर जाएगा ബർബരനാട് മുൻപാകെ और उन बर्बर के लोगों को उस टापू में മെലിത്ത ദ്വീപിൽ വെച്ച് मल्टा के जो टापू में തീയുടെ ശക്തി കൊണ്ട് क्योंकि अग्नि के सामर्थ्य से പുറത്തു വന്ന बाहर निकला हुआ വിറക് ലക്ഷണം പോലുള്ള कि एक टहनी के समान जो है കയ്യിൽ തൂങ്ങിയ और हाथ में जो लटका हुआ കയ്യിൽ തൂങ്ങിയ हाथ में लटका हुआ ജീവകാരി വരുത്തുന്ന आपको जीवन को नष्ट करने के लिए അനലിയെ जो अजगर था എവിടെ നിന്ന് വന്ന ദുഷ്ടശത്രുവിനെ और जहां से वो निकला वो दुष्ट शत्रु എവിടേക്ക് വന്നു അവിടേക്ക് കുടഞ്ഞു കളഞ്ഞു. जहां से वो निकला उसी में ही उसको वापस फेंक ഞാൻ दिया। ആരെ വിശ്വസിച്ചിരിക്കുന്നു, मैं जिस पर विश्वास करता हूँ അവന്റെ ശക്തിയാൽ उसके सामर्थ्य के द्वारा ഞാൻ അതിനെ കുടഞ്ഞു കളഞ്ഞു. मैं उसको गिरा दिया ഉടഞ്ഞു കളയുവാൻ ശക്തി പ്രാപിക്കണം. और ऐसे ही गिराने के लिए तोड़ने के लिए सामर्थ्य आपको परमेश्वर से प्राप्त करना है। കർത്തൃദാസന്മാരെ ബഹുമാനിക്കേണ്ടത് ആവശ്യമാണല്ലോ. परमेश्वर के दास लोगों का आदर करना जरूरी है, സമയം പാലിക്കേണ്ടത് ആവശ്യമാണ്. समय को मान करना उसका जरूरी है। ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, मैंने जिस पर विश्वास किया है കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. आंखों को हम परमेश्वर की हुजूरी में बंद करेंगे। കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. जो वचन को हमने सुना है उसके सामने अपने आप को हम समर्पित करेंगे। ഇന്ന് പകൽക്കാലം आज सुबह के समय വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രഖ്യാപിക്കാം, विश्वास के साथ हम इस बात की घोषणा करें എന്റെ പ്രതിസന്ധിയിൽ कि मेरे चुनौती के सामने ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, मैं किस पर विश्वास किया है, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. मैंने किस पर विश्वास किया है। എന്റെ ശുശ്രൂഷയോടനുബന്ധിച്ച് मेरे सेवकाई के संबंध में പീഡകൾ കടന്നു വരുമ്പോൾ जब चुनौती आती है for whom I have believed, मैंने जिस पर विश्वास किया है ഈ വചനങ്ങളാൽ इन वचनों के द्वारा ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ട്രാൻസ്ലേറ്റ് ചെയ്ത സഹോദരനോടും ഈ സമയം അനുവദിച്ചു വന്ന സെന്ററിന്റെ ചുമതലപ്പെട്ടവരോടും ഹൃദയമറിഞ്ഞ നന്ദി രേഖപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. और इस संबंध में इस सम्मान के मौका जो दिया हुआ सभी को मैं धन्यवाद देता हूँ। हमारा प्रभु यीशु मसीह जल्दी आने वाला है। परमेश्वर आप सभी को आशीष दे। हमारे हाथों को